നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. തന്ത്രിക്കെതിരെ തെളിവിന്റെ ഒരു അണു പോലുമില്ല എന്ന് പറഞ്ഞത് വിജിലൻസ് കോടതിയാണ്. ഒന്നിലധികം തവണ ആ വാചകം കോടതി എടുത്തു പറയുകയും ചെയ്തു. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നു തന്ത്രി കണ്ഠരര് രാജീവര് പെരുങ്കള്ളന്മാരുടെ പട്ടികയിലാണെന്ന്. 3 തവണ SIT റിപ്പോർട്ട് നൽകിയിട്ടും കോടതിക്ക് ബോധ്യപ്പെടാത്തത് എങ്ങനെയാണ് പാർട്ടി സെക്രട്ടറിക്ക് ബോധ്യപ്പെട്ടത്? ഹൈക്കോടതിക്ക് പുറമെ AKG സെന്ററിലും SIT റിപ്പോർട്ട് നൽകുന്നുണ്ടോ? യുവതീ പ്രവേശനം തടഞ്ഞതിലെ പകപോക്കലാണ് അറസ്റ്റ് എന്ന തന്ത്രിയുടെ വാദത്തിൽ എന്താണ് വസ്തുത? തന്ത്രിയുടെ ജാമ്യ ഉത്തരവിലെ പരാമർശങ്ങൾക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ ആലോചിക്കുന്നുണ്ട് SIT. തദ്ദേശത്തിൽ മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിഷയം ശബരിമലയും യുവതീ പ്രവേശനവും തന്നെയെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. സ്വാഗതം സൂപ്പർ പ്രൈം ടൈമിലേക്ക്. ആരുടെ തന്ത്രമാണ് പാളിയത്? നമുക്കൊപ്പം രാഹുൽ ഈശ്വർ, താഴ്മൺ കുടുംബാംഗം, റിട്ടയർഡ് SP സുഭാഷ് ബാബു, കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, CPM-ൽ നിന്ന് DK സുരേഷ് കുമാർ, BJP-ൽ നിന്ന് ശങ്കുട്ടിദാസ് എന്നിവരെയാണ് അതിഥികളായി നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ശ്രീ സുരേഷ് കുമാർ, എങ്ങനെയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് തന്ത്രി കണ്ഠരര് രാജീവര് പെരും കള്ളനാണെന്ന് ബോധ്യപ്പെട്ടത്? അല്ല, കോടതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളിൽ ചില വൈരുദ്ധ്യങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. അതിലൊന്ന്, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് നമ്മൾ നേരത്തെ തന്നെ പലതവണ സൂചിപ്പിച്ചതുപോലെ ആ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് മേൽനോട്ടം വഹിക്കുന്ന ഓരോ കൃത്യ ഇടവേളകളിലും കേസിൻ്റെ സീൽഡ് കവറിൽ ആ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഒരു കേസിൽ ജാമ്യ ഹർജി പരിഗണിക്കുന്ന മറ്റൊരു കോടതി ഒരു പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത വിധം ഒരു വിധി കൂടെ എഴുതി ചേർത്താണ് അദ്ദേഹത്തിന് ജാമ്യം നൽകിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ നടക്കുന്ന ഒരു അന്വേഷണം, എന്തുകൊണ്ടാണ് ആ അന്വേഷണത്തിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ആളുകൾ അതിൽ ഒരാൾക്ക് ജാമ്യം അനുവദിക്കുമ്പോൾ ഈ രൂപത്തിലുള്ള എഴുതി ചേർക്കലുകൾ ഉണ്ടായത് എന്നത് വൈരുദ്ധ്യമായി നമ്മുടെ മുന്നിൽ നിലനിൽക്കുമ്പോൾ സ്വാഭാവിക പ്രതികരണമായിട്ടാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം രാഷ്ട്രീയമായി താങ്കൾ തന്നെ പറയുന്നു SIT റിപ്പോർട്ട് സീൽഡ് കവറിൽ അതിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കൊടുക്കുന്നത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനാണെന്ന്. ആ വിവരങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല, താങ്കൾക്കും അറിയില്ല, മറ്റാർക്കും അറിയില്ല. അത് പരിഗണിക്കുന്ന ബെഞ്ചിന് മാത്രമാണ് അറിയുക. പിന്നെ എങ്ങനെയാണ് MV ഗോവിന്ദന് പെരുങ്കള്ളനാണ് തന്ത്രി എന്ന് ബോധ്യപ്പെട്ടത്? കാരണം SIT റിപ്പോർട്ട് നൽകിയ കൊല്ലം വിജിലൻസ് കോടതിക്ക് അത് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, തെളിവില്ല എന്ന് പലതവണ പറയുകയാണ് വിജിലൻസ് കോടതി. അല്ല, അത് തന്നെയാണ് ഒന്നാമത്തെ വൈരുദ്ധ്യം. രണ്ടാമത്തെ കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് തന്ത്രിക്ക് ചെറുതല്ലാത്ത ബന്ധമുണ്ട് എന്ന് തന്നെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എൻ്റെയും പക്ഷം. അതിനകത്ത് വേറെ യാതൊരുവിധ ഇപ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള അഭിപ്രായം അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം ആവർത്തിച്ച് പറഞ്ഞാലും സാധാരണയായി ഇത്തരത്തിലുള്ള കേസുകളിൽ കൊടുക്കുന്ന പ്രതികളുടെ അഭിപ്രായം തനിയാവർത്തനം മാത്രമായിട്ടേ അതിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടി കഴിയും. അതാണ് അതിൻ്റെ ഫാക്റ്റ്. ഇപ്പോൾ ഒരു പ്രതിയും അറസ്റ്റ് ചെയ്യപ്പെട്ട്, നമുക്കറിയാമല്ലോ, പ്രമാദമായ സമീപകാലത്ത് വന്നിട്ടുള്ള എല്ലാ കേസിലെയും പ്രതികൾ അവരുടെ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ഞാൻ ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല, ഒരു ക്ലീഷേ ഡയലോഗ് അവർ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് വളരെ കൃത്യമായി പ്രോംപ്റ്റ് ചെയ്ത് സമൂഹ മാധ്യമങ്ങൾക്ക് മുന്നിലും അതുപോലെ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് മുന്നിലും അവതരിപ്പിക്കുന്ന ഒരു പ്രവണതയുണ്ട്. തന്ത്രിയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഒന്ന് കേട്ടിട്ട് ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അവർ കണ്ടെത്തി പൂർത്തിയായിട്ടില്ലല്ലോ, കണ്ടെത്തിക്കൊണ്ടിരിക്കുകയല്ലേ ഉള്ളൂ. ആ കേസന്വേഷണം പൂർത്തിയായിട്ടില്ലല്ലോ. പൂർത്തിയായിട്ട് വരുമ്പം എന്താണ് ചാർജ്, അതുപോലെ തന്നെ ഈ തന്ത്രിൻ്റെ ചാർജ് എന്താണെന്നൊക്കെ പറയും. അന്നേരം നോക്കാം. ധൃതിപ്പെടണ്ട. ആർക്കാ കൊടുക്കേണ്ട കാര്യമുള്ളത്? ഈരടി ഉണ്ടാക്കിയിട്ട് പോറ്റിയൊക്കെ ചെയ്ത് ആരപ്പ? നിങ്ങളെല്ലാം കൂടി ചോദിച്ചില്ലേ? എന്നിട്ടാരാ ഉത്തരം? നിങ്ങളാരാ അന്ന് പറഞ്ഞത്? ആരാ പറഞ്ഞ? സഖാക്കളാണപ്പ. ഇപ്പോഴോ മനസ്സിലായല്ലോ ആരാണെന്നും. KC വേണുഗോപാലിനാണപ്പ എന്ന ഉത്തരം കിട്ടിയപ്പോൾ പിന്നെ വർത്താനമില്ല. തന്ത്രിയിലും ഈ പറയുന്ന പേരും കള്ളന്മാരെ പട്ടികയിൽ കൂട്ടിരിക്കില്ല. തന്ത്രി കണ്ഠരര് രാജീവര് മാത്രമല്ല ദ്വാരപാലക കേസിലും കട്ടളപ്പാളി കേസിലും പ്രതിയായിട്ടുള്ളത്. പഴയ CPM-ന്റെ MLA ആയ A പത്മകുമാറും ഈ കേസിൽ പ്രതിയാണ്. പത്മകുമാർ ജയിലിലായപ്പോൾ പലതവണ ഇതേ പാർട്ടി സെക്രട്ടറിയോട് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചിരുന്നു. അതുകൂടി കേൾക്കാം. അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യം ശരിയാവുമോ? ഇനി എന്തെല്ലാം വരാനുണ്ട്? എന്തൊക്കെ പ്രോസസ് കഴിഞ്ഞാലാണ് ഇവർ കുറ്റവാളിയാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാക്കുക? പത്രവാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരാളെ അറസ്റ്റ് ചെയ്ത് ഉടനെ കുറ്റവാളിയാണെന്ന് തീരുമാനിക്കല. അറസ്റ്റ് ചെയ്താൽ എൻ്റെ അർത്ഥം എന്താ അറിയോ? കുറ്റാരോപിതനാണെന്നേ ഉള്ളൂ. കുറ്റം തെളിയിക്കണം.
തെളിയിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള എല്ലാ പരിസ്ഥിതിയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. ഒരു ഉത്തരവാദിത്വവും പാർട്ടിക്ക് ഞങ്ങൾ കൈ ശുദ്ധമാണെന്നും ഞങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഭയപ്പെടേണ്ട കാര്യം? ശ്രീ സുരേഷ് കുമാർ, പത്മകുമാർ കുറ്റാരോപിതൻ, തന്ത്രി പെരും കള്ളൻ, പാർട്ടി കോടതിയിൽ രണ്ട് നീതിയാണോ? അല്ല, ഇവിടെ നമ്മൾ എഴുതാപ്പുറം വായിക്കേണ്ട. പാർട്ടി കോടതിയും മറ്റു കാര്യങ്ങളുമൊക്കെ അതൊക്കെ രാഷ്ട്രീയ എതിരാളികൾ, CPM-നെയും ഇടതുപക്ഷത്തെയും അന്ധമായി എതിർക്കുന്ന രാഷ്ട്രീയ എതിരാളികൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ഡയലോഗ് പ്രസൻറ്റേഷനാണ് പാർട്ടി കോടതിയും അതുപോലുള്ള നടപടിക്രമങ്ങൾ. ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വളരെ കൃത്യമായി പറഞ്ഞു. അതിന് പറയുന്നതിന് ഒരു പശ്ചാത്തലവുമുണ്ട്. കാരണം ഇന്നലെ തന്നെ BJP-യുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയുടെ ചില ബൈറ്റ് പുറത്തു വന്നിട്ടുണ്ട്, സംഭാഷണ ശകലം പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് മറ്റൊരുപാട് കാര്യങ്ങൾ പുറത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് തന്നെ BJP തുടക്കം മുതലെടുത്ത ചില നിലപാടുകളുണ്ട്. അതവിടെ നിൽക്കുന്നോട്ടെ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് സമ്മതിച്ചു. അതിനോടൊപ്പം തന്നെ ഒരു അഭിഭാഷകനാണ്. ആ അഭിഭാഷകന് ഒരു നിയമോപദേശം കൊടുത്തൂടെ? നടയടച്ചാൽ അത് കോടതി അലക്ഷ്യമാകില്ല എന്നൊരു നിയമോപദേശം കൊടുത്തുകൂടെ? അപ്പോഴും ഇത് പറയുമ്പോഴും നോക്കൂ, നിങ്ങൾ വല്ലാത്ത നിഷ്കളങ്കത്വം. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാകുന്നില്ല. പത്മകുമാർ കുറ്റാരോപിതനാണ്, തന്ത്രി പെരും കള്ളനാണ്. അത് എങ്ങനെയാണ് നിങ്ങൾക്ക്, പാർട്ടിക്ക് എങ്ങനെയാണ് ബോധ്യപ്പെട്ടത്? അത് മാത്രം പറഞ്ഞാലും മതി. കാരണം കോടതിക്ക് ബോധ്യപ്പെടുന്നില്ല. SIT 3 തവണ റിപ്പോർട്ട് കൊടുത്തിട്ടും കോടതിക്ക് ബോധ്യപ്പെടുന്നില്ല. ഞാൻ പറയാം, 2 പോയിന്റാണ്. ഒന്ന്, അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയ്ക്ക് അദ്ദേഹത്തിന് വല്ലാത്ത നിഷ്കളങ്കത്വം കൽപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ആങ്കർ തന്നെ ഇവിടെ ശ്രമം നടത്തുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരു അഡ്വക്കേറ്റ് നൽകുന്ന നിയമോപദേശമല്ല. അതിനുശേഷം വന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അദ്ദേഹം BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഈ കേസ് നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ സുവർണ അവസരവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ അദ്ദേഹത്തിന് നിങ്ങൾ കൽപ്പിച്ചു കൊടുക്കുന്ന നിഷ്കളങ്കത്വമല്ല അദ്ദേഹത്തെ കൊണ്ട് ഇത് പറയിപ്പിച്ചതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഇവിടെ ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സെക്രട്ടറി 2 കാര്യങ്ങളെ സംബന്ധിച്ച്, ഈ കേസിൽ ഉൾപ്പെട്ട 2 പ്രതികളെ സംബന്ധിച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റാണ്. ഒന്ന്, അദ്ദേഹം തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ഈ കേസിനകത്ത് ഉൾപ്പെട്ടത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് ഇതുപോലെ തന്നെ കൃത്യമായ വിവരം പുറത്തു വന്നിട്ടില്ല. അദ്ദേഹത്തിനുണ്ടായിട്ടുള്ളത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിലെ പോരായ്മയാണോ, അതല്ലെങ്കിൽ ഈ ക്രിമിനൽ കോൺസ്പിറസിയിൽ പങ്കാളിയായിട്ടുണ്ടോ, അതുമല്ലെങ്കിൽ ഈ കൂട്ടക്കൊള്ളയിൽ അല്ലെങ്കിൽ സ്വർണ്ണക്കള്ളമാരോടൊപ്പം ചേർന്ന് അതിലേതെങ്കിലും തരത്തിൽ പങ്കാളിയായിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു വിവരവും നാളിതുവരെ പുറത്തു വന്നിട്ടില്ല. അതിനെ സംബന്ധിച്ച് അദ്ദേഹം മറുപടി പറഞ്ഞു. മറ്റതങ്ങനെയല്ല. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയടക്കം ഞാൻ പറഞ്ഞ ഔദ്യോഗിക ചുമതല നിർവഹണത്തിൽ എന്ത് പാളിച്ചയാണ് പറ്റിയത്? എന്തെങ്കിലും തെളിവ് പുറത്തു വന്നോ? ഇല്ലല്ലോ. അല്ല, ആങ്കർ എന്നെ പറയാൻ അനുവദിക്കണം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അടക്കം ഒരു ഘട്ടത്തിൽ അവിടേക്ക് കൊണ്ടുവരുന്നതിൽ പിന്നിൽ തന്ത്രിയും അതുപോലെ തന്നെ അന്നത്തെ ദേവസ്വം ബോർഡും അന്നത്തെ ദേവസ്വം ബോർഡിന് നേതൃത്വം വഹിച്ചിരുന്ന ആളുകളും കൃത്യമായി പങ്കുവഹിച്ചിട്ടുണ്ട് എന്നുള്ളത്. ശ്രീരാംപുര ക്ഷേത്രത്തിൽ 97 മുതൽ 2003 വരെയും തന്ത്രി 2005 മുതൽ അങ്ങോട്ട് ഒരു കാലയളവിലും ഓവർലാപ്പിംഗ് പോലും വന്നിട്ടില്ല. പിന്നെ എങ്ങനെ? അല്ല, നമ്മൾ ഇതിനകത്തൊരു കാര്യം വളരെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കേണ്ടുന്നത്, സീൽഡ് കവറിലെ റിപ്പോർട്ട് എന്താണെന്ന് നമ്മൾ ആരും കണ്ടിട്ടില്ലാത്തൊരു കാര്യത്തെ സംബന്ധിച്ച് ആ സീൽഡ് കവർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റുകൾ മൊത്തം. ആരും ഞാനൊന്ന് പറയുന്നത് കേൾക്കൂ. നിങ്ങൾ ചോദ്യം ചോദിക്കുകയല്ലേ, എൻ്റെ ആൻസറും കൂടി കേൾക്കാനുള്ള സഹിഷ്ണുത ആരും ഒന്ന് കാണിക്കൂ. ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്, സീൽഡ് കവറിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ അറസ്റ്റുകൾ നടന്നിട്ടുള്ളത്. അത് ഏത് അറസ്റ്റായിരുന്നാലും ശരി, A to Z. ഞാൻ അതിനകത്ത് ആരെങ്കിലും വ്യക്തിപരമായി മാറ്റി നിർത്തി കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. അവർ ചെയ്ത കുറ്റത്തിൻ്റെ ഗ്രാവിറ്റി ഭാവിയിൽ തെളിയിക്കപ്പെടട്ടെ. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് മറ്റൊരു കോടതിയാണ്. ആ കോടതി ഏതെങ്കിലും രൂപത്തിലുള്ള കമൻസ്, ഉത്തരവ് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ അതോടുകൂടി ഈ കേസ് പൂർണ്ണമായും അവസാനിച്ചു എന്ന അന്തിമ നിഗമനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിനെ നിങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഒരു ചെറിയൊരു ഉത്തരവിന്റെ ഒരു ഭാഗം അല്ല. എനിക്ക് പത്മകുമാറും ഈ വിഷയത്തിൽ പ്രതി ചേർക്കപ്പെട്ട വ്യക്തിയാണ്, തന്ത്രിയും പ്രതി ചേർക്കപ്പെട്ട വ്യക്തിയാണ്. രണ്ടുപേരും ഒരേ ഇതിലാണ്, ഒരേ പൊസിഷനിലാണ് എനിക്ക് നിൽക്കുന്നത്. പക്ഷെ പാർട്ടി സെക്രട്ടറിക്ക് എങ്ങനെയാണ് രണ്ടുപേരും 2 നിലയിൽ നിൽക്കുന്നതെന്നാണ് ചോദ്യം. അല്ല, അതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പത്മകുമാർ അവിടെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം ആ ഫയൽ കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രൂപത്തിലുള്ള വീഴ്ചയാണോ വരുത്തിയിട്ടുള്ളത്, അദ്ദേഹം ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ ആ ഗ്രാവിറ്റി എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് പുറത്തു വരട്ടെ.
ഇവിടെ ഈ തന്ത്രിയെ സംബന്ധിച്ച് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ഒരു കമന്റ് നടത്തിയിട്ടുണ്ട്. അത് സ്വാഭാവികമായും ഈ വന്നിട്ടുള്ള മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം പാർട്ടി സെക്രട്ടറി ഈ രൂപത്തിലൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്. എന്താണ് ആ മറ്റു കാര്യങ്ങൾ? അതാണ് ഞാൻ പറഞ്ഞത് തന്ത്രിക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകൾ ഈ കേസിൽ പ്രഥമ ദൃഷ്ട്യാ സംശയിക്കപ്പെടുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധമുണ്ട്. ആ ബന്ധവുമായി ബന്ധപ്പെടുത്തിയായിരിക്കണം അദ്ദേഹം ആ രൂപത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ബന്ധമില്ല എന്ന് കോടതി തന്നെ SIT 3 തവണ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൽ ആ ബന്ധത്തെ അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ SITക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്ത് ബന്ധം ഒരു കാലയളവിലും? ഇപ്പോൾ ആകെ പറയുന്നത് ഈ ശ്രീരാംപുരയാണ്. അവിടെ പറഞ്ഞോളൂ. അദ്ദേഹത്തിന് ഈ കേസുമായി ബന്ധമില്ല എങ്കിൽ ഈ കേസിന് മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുമതി കൊടുക്കില്ലായിരുന്നല്ലോ. നമ്മൾ അവിടെ മാത്രം മനസ്സിലാക്കിയാൽ മതിയല്ലോ. കൃത്യമായ ഇടവേളകളിൽ സമർപ്പിക്കപ്പെടുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടണമെന്ന നിഷ്കർഷ കോടതി മുന്നോട്ട് വെക്കുമ്പോൾ അതിനകത്തിൽ നിന്നും സ്വാഭാവികമായും തന്ത്രിയെ മാറ്റി നിർത്തപ്പെടേണ്ടതാണ്. അങ്ങനെ മാറ്റി നിർത്തിയില്ലല്ലോ. തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ട് 41 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞ് അതിനുശേഷം ജാമ്യത്തിലൂടെ പുറത്തിറങ്ങിയതിനു ശേഷം അദ്ദേഹം പറയുകയാണ്, ഞാൻ ഈ കേസിൽ പൂർണ്ണമായും നിരപരാധിയാണെന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായും സമീപകാലത്തുണ്ടായിട്ടുള്ള എല്ലാ കേസുകളിലെയും കൊടും ക്രൂരന്മാരായ പ്രതികൾ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിന് തുല്യമായിട്ട് മാത്രമേ വായിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇതുമായി ബന്ധപ്പെട്ട് തന്ത്രി അറസ്റ്റിലായ സമയത്ത് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ ആരോപണം മന്ത്രിയെ രക്ഷിക്കാൻ തന്ത്രിയെ കുടുക്കി എന്നുള്ളതായിരുന്നു. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഒരു പ്രതികരണവും വന്നിരുന്നു. അതുകൂടി ഒന്ന് കേൾക്കാം. BJP ഉണർത്തി വരുന്ന മതവികാരത്തെക്കാൾ അപകടകരമായ മതവികാരമാണ് UDF ഈ സംസ്ഥാനത്ത് അഴിച്ചുവിടുന്നത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പറഞ്ഞു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്ത് പറഞ്ഞു? പോറ്റിയെ കയറ്റി. ആര് പോറ്റിയെ കയറ്റി? പോറ്റിയെ കയറ്റിയ തന്ത്രിയാ, മന്ത്രിയല്ല. പോറ്റിയെ കയറ്റത് ഏതോ മന്ത്രിയാണ്, പോറ്റിയെ കയറ്റിയത് ഏതോ ബോർഡ് മെമ്പറാണ്, ഏതോ ചെയർമാൻ പ്രസിഡന്റാണ് എന്നെല്ലാം പറഞ്ഞ് പ്രതിഫലിച്ച് പാട്ടുപാടി നടന്ന കോൺഗ്രസ്സുകാർ ഇപ്പോൾ പറയുന്നത് പോറ്റിയെ കയറ്റിയ തന്ത്രിയാണ് എന്ന് ആര് കണ്ടെത്തി? കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. അഡ്വക്കേറ്റ് വസന്ത് സുരേഖ, കോൺഗ്രസ് കേരളത്തിൽ BJPയേക്കാൾ വലിയ മതവികാരം ഇളക്കി വിടാൻ ശ്രമിക്കുകയാണോ? അല്ല, ഒന്ന് അങ്ങയുടെ ചോദ്യം ആണെങ്കിൽ ഞാൻ ഉത്തരം പറയാം. KB ഗണേഷ് കുമാറിന് ഉത്തരം പറയാൻ തൽക്കാലം സൗകര്യമില്ല. കാരണം ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒന്നും ചെയ്തില്ല എന്ന് അതേ മന്ത്രിസഭയിൽ തന്നെ അംഗമായിരുന്ന ഗണേഷ് കുമാർ നാടാകെ വിളിച്ചു പറയുമ്പോൾ അത് ആർക്കു കൂടിയാണ് മാനക്കേട് എന്ന് ചിന്തിക്കാൻ പോലും വിവരവും വെള്ളിയാഴ്ചയില്ലാത്ത ഒരാളാണ് അയാൾക്ക് ഉത്തരം പറയാൻ തൽക്കാലം നിർവാഹമില്ല, പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇനി ഈ ചർച്ചയിൽ ഇടതു പ്രതിനിധി നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ജാമ്യം പരിഗണിക്കുന്ന ഏതോ ഒരു കോടതി, അങ്ങനെ ഒരു കോടതി തന്ത്രിയെ കുറ്റവിമുക്തനാക്കി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തപ്പോൾ കേരളത്തിൻ്റെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ മുമ്പാകെ ഇത് വന്ന് ദേവസ്വം ബെഞ്ചിൻ്റെ മുഖധാരാവിൽ നിന്ന് മാത്രം കേട്ടാലേ ഞങ്ങൾക്കത് ബോധ്യപ്പെടൂ എന്ന കണക്കിനാണ് വർത്തമാനം പറഞ്ഞത്. നോക്കൂ, നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞ കൊടും കള്ളന്മാരുണ്ടല്ലോ, ആ കൊടും കള്ളന്മാരുടെ ലിസ്റ്റിൽ തന്ത്രിയെ കൂടി ഉൾപ്പെടുത്തിക്കോളൂ. അങ്ങനെ കൂട്ടിയാൽ തന്ത്രി, പത്മകുമാർ, വാസു, വിജയകുമാർ അടക്കമുള്ള നേതാക്കൾ ഇവരെല്ലാവരും തന്നെ കടന്നുപോയൊരു ലീഗൽ പ്രൊസീഡിംഗ് ഉണ്ട്. ഇവരെല്ലാവരും ആദ്യം വിചാരണ കോടതിയെ സമീപിച്ചു. ആ വിചാരണ കോടതി അവരുടെ ജാമ്യം തള്ളി. തന്ത്രിക്ക് മാത്രമാണ് ജാമ്യം കിട്ടിയത്. രണ്ടാമത് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയുടെ ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ബെഞ്ചിൻ്റെ മുമ്പാകെ ജാമ്യാപേക്ഷയുമായി എത്തി. ബദറുദ്ദീൻ്റെ ബെഞ്ച് പൂർണ്ണാർത്ഥത്തിൽ അത് തള്ളിക്കളഞ്ഞു. മൂന്നാമത് അവർ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയെ സമീപിക്കുമ്പോഴാണ് ദൈവത്തെ തന്നെ അടിച്ചോണ്ട് പോയല്ലോ പഹയന്മാരെ എന്ന് സുപ്രീം കോടതി പോലും യുവമാരോട് ചോദിക്കുന്നത്. എന്നിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഈ പറയുന്ന N വാസുവിനും പത്മകുമാറിനും വിജയകുമാറിനും ഒക്കെ ജാമ്യം കിട്ടിയത്? പോറ്റിക്ക് ജാമ്യം കിട്ടിയത് ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയുടെ 1 തൊട്ട് അങ്ങേയറ്റം വരെയുള്ള എല്ലാ നീതിന്യായ സംവിധാനങ്ങളിലും പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ പോലും പോയിട്ട് കിട്ടാത്ത ജാമ്യം എങ്ങനെയാണ് പോറ്റി അടക്കമുള്ളവർക്ക് കിട്ടിയത് എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ സർക്കാർ, ആ സർക്കാർ നിയന്ത്രിക്കുന്ന SIT, ഇന്ന് തന്ത്രിക്കെതിരായി ഞങ്ങൾ നാളെ അപ്പീൽ പോകുമെന്ന് പറയുന്ന SIT, ആ SIT 90ാമത്തെ ദിവസം കുറ്റപത്രം സമർപ്പിച്ചില്ല. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ എന്ന് പറയുന്ന BNSലെ ടെക്നിക്കൽ അവൈലബിലിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് അവർക്ക് ജാമ്യം കിട്ടിയത്. തന്ത്രിക്ക് എങ്ങനെയാണ് ജാമ്യം കിട്ടിയത്? തന്ത്രി ആദ്യമായി സമീപിക്കുന്ന കോടതി തന്നെ, അതായത് വിജിലൻസ് കോടതി. നിയമമന്ത്രി P രാജീവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ
ജാമ്യ ഉത്തരവിൽ അസ്വാഭാവികമുണ്ട്, അസാധാരണത്വമുണ്ടെന്ന്. ഈ ഒരിക്കലും ബെയിൽ ഓർഡറിൽ കേസിന്റെ മെറിറ്റിലേക്ക് പൊതുവെ കോടതികൾ കടക്കാറില്ല. അത് വിചാരണ കാലയളവിൽ പരിഗണിക്കേണ്ട കാര്യമാണ്. ഇതിപ്പം തെളിവില്ല, ഒന്നുമില്ല എന്ന് കോടതി, അതിലൊരു അസാധാരണത്വം തോന്നുന്നില്ലേ? താങ്കളൊരു അഭിഭാഷകൻ കൂടിയല്ലേ? അല്ല ആര്യ, അതിൽ ഞാനത് ഇടപെടരുതെന്ന് പറയാൻ കാര്യം 10 സെക്കൻഡ് കൂടി അത് പൂർത്തിയാക്കിയാലാണ് ഇതെന്താണ് ഇതിൻ്റെ കാര്യം എന്ന് ജനത്തിന് മനസ്സിലാകുക. അതായത് പോറ്റി മുതൽ ഇവരുടെ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വിചാരണ കോടതി മുതൽ സുപ്രീം കോടതി വരെ പോയിട്ട് കിട്ടാത്ത ജാമ്യം ഇവരുടെ സർക്കാരാണ് അവൈലബിൾ ആക്കി കൊടുത്തത്. എന്നാൽ തന്ത്രിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അദ്ദേഹം ആദ്യം സമീപിക്കുന്ന കോടതി തന്നെ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുകയാണ്. ഇനി ആ ഉത്തരവിൽ, ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ അല്ലെങ്കിൽ ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ എന്തു പറയണം, എങ്ങനെ പറയണമെന്നത് ഡിസ്ക്രിഷൻ ഓഫ് ദ കോർട്ടാണ്. വിവിധ കോടതികൾ ജാമ്യാപേക്ഷയിൽ കേസിന്റെ മെറിറ്റിലേക്ക് പോയിട്ടുണ്ട്. മെറിറ്റിലേക്ക് പോകാതെ എങ്ങനെയാ ജാമ്യം അനുവദിക്കാൻ സാധിക്കുന്നത്? നോക്കൂ, ജാമ്യം പരിഗണിക്കുന്ന ബെഞ്ചാണ് കേസ് ഡയറി പരിശോധിക്കുക. കേസ് ഡയറി പരിശോധിക്കുമ്പോഴാണ് കേസിന്റെ മെറിറ്റ് എന്താണ്, തൽക്കാലം ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നതുമായി ബന്ധപ്പെട്ട് പറയാൻ സാധിക്കുക. അല്ലാതെ ഒന്നും പരിഗണിക്കാതെ തന്ത്രി എന്നു തന്ത്രിയാണല്ലേ, ശരി ജാമ്യം എടുത്തോ, അങ്ങനെയല്ല. എന്താണ് കേസ് ഡയറി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങൾക്ക് തന്ത്രിക്കെതിരായിട്ടുള്ള നിങ്ങളുടെ ടേക്ക് എന്ന് പ്രോസിക്യൂഷനോട് ചോദിക്കും. അപ്പോൾ പ്രോസിക്യൂഷന് ഒന്നുമില്ല, തന്ത്രിക്കെതിരായി മറ്റേ തൂണുമില്ല തുരുമ്പുമില്ല എന്ന കണക്കിന് കൈയും മലർത്തി നിൽക്കേണ്ടി വന്നതുകൊണ്ടാണ് കോടതി കുറച്ചുകൂടി കടന്ന് ഇതാ 93 പേജുള്ള വിധിവാചകത്തിന്റെ ഏറ്റവും അവസാനം, വെരി ഇമ്പോർട്ടൻ്റ്ലി, ദർ ഇസ് നത്തിങ് ഓൺ റെക്കോർഡ് ഫോർ ദ മാറ്റർ, നോട്ട് ഇവൻ അയോട്ട ഓഫ് എവിഡൻസ് ഫ്രം ദ സൈഡ് ഓഫ് ദ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ടു എസ്റ്റാബ്ലിഷ് എനി പോസിറ്റീവ് ഇൻവോൾവ്മെന്റ് ഓൺ ദ പാർട്ട് ഓഫ് ദ പെറ്റീഷണർ ഇൻ അലീഗ്ഡ് ഇറഗുലാരിറ്റീസ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന അവിടുത്തെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ഒരു അയോട്ട ഓഫ് എവിഡൻസ്, ഒരു തരി കണിമ്പിന്റെ തെളിവ് പോലും കൊണ്ടുവരാൻ സാധിച്ചില്ല എന്ന് കോടതി കടന്നു പറഞ്ഞെങ്കിൽ, സാധാരണ പറയുന്നതിനപ്പുറത്തേക്ക് കോടതി പറഞ്ഞെങ്കിൽ അത് കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ്. പക്ഷെ കോടതി അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത് നിങ്ങളുടെ SIT ടീമിന് യാതൊരു തെളിവും കൊണ്ടുപോയി സമർപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞു SIT അത് ഹൈക്കോടതിയുടെ ദേവസ്വം ബോർഡിന്റെ ബെഞ്ചിൽ പറഞ്ഞോളും, ഇത് അവിടുത്തെ പ്രോസിക്യൂഷന്റെ വാദമല്ലേ. അങ്ങനെയല്ല. എങ്ങനെയാണ് ഒരു പ്രോസിക്യൂഷൻ വാദത്തിന് പോകുന്നത്? പ്രോസിക്യൂഷൻ പോകുന്നതിന് മുമ്പ് ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ സ്വാഭാവികമായും പ്രോസിക്യൂഷൻ അഭിഭാഷകനെ ഇത് ബോധ്യപ്പെടുത്തും. ഇന്നതാണ് നമ്മുടെ ഈ കേസിലെ മെറിറ്റ്, ഇതാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ നില, ഇതിൽ നമുക്കിതാ ഇന്ന തെളിവുകൾ നമ്മളുടെ കയ്യിലുണ്ട്. അത് പറഞ്ഞ ശേഷം, അത് പഠിച്ച ശേഷം, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ കേട്ട ശേഷമാണ് പ്രോസിക്യൂഷൻ കോടതി മുറിയിലേക്ക് വരിക. അങ്ങനെ വന്ന ശേഷവും അവിടെ അയോട്ട ഓഫ് എവിഡൻസ്, ഒരു തരിയുടെ തെളിവിന്റെ തരി പോലും കൊണ്ടുവന്ന് വെക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് കോടതി കടന്നു പറഞ്ഞത് ഈ വിഷയത്തിൽ യാതൊരു തരത്തിലും തന്ത്രിയെ പൂട്ടാൻ 42 പോയിന്റുകളിൽ സവിസ്തരം വിവരിക്കേണ്ടി വരുന്നത്. ശരി രാഹുൽ ഈശ്വർ, നമ്മൾ ഇന്നലെ ഈ വിഷയം സംസാരിച്ചു. അപ്പോൾ തന്ത്രി എന്തിന് 41 ദിവസം ജയിലിൽ കിടന്നു എന്നാണ് നമ്മൾ സംസാരിച്ചത്. പക്ഷെ ഇന്ന് നോക്കൂ, ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുകയാണ് തന്ത്രി പെരുങ്കള്ളനാണെന്ന്. നിയമമന്ത്രി പറയുന്നു ആ ജാമ്യ ഉത്തരവിൽ അസ്വാഭാവികതയുണ്ടെന്ന്. അത് മാത്രമല്ല SIT അപ്പീൽ പോകാനും ആലോചിക്കുന്നു. ഇതൊക്കെ ഇന്ന് നടന്ന സംഭവ വികാസങ്ങളാണ്. പെരുങ്കള്ളൻ എന്ന് പാർട്ടി സെക്രട്ടറി പറയുകയാണ്. എങ്ങനെയായിരിക്കും പാർട്ടി സെക്രട്ടറിക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവുക രാഹുൽ? ആര്യ, യഥാർത്ഥത്തിൽ വളരെ സ്വാഗതം ചെയ്യപ്പെടേണ്ട പ്രസ്താവനയാണ് ശ്രീ MV ഗോവിന്ദൻ സാറിന്റെ. ഗോവിന്ദൻ മാസ്റ്ററുടെ ചർച്ചകൾക്കൊക്കെ ഇരിക്കാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായല്ലോ തന്ത്രിയെ കുടുക്കിയത് ആരാണ്. അതായത് തന്ത്രിയെ കുടുക്കിയത് എന്തിനാണ്, തന്ത്രിയെ എന്തിനാണ് 41 ദിവസം ജയിലിലിട്ടതെന്ന് പറയുമ്പോൾ തന്ത്രി പെരുങ്കള്ളന്മാരുടെ പട്ടികയിലാണെന്ന് പറഞ്ഞ് ഗോവിന്ദൻ മാഷ് വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം വേറൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഗോവിന്ദൻ മാഷും CPM-ന്റെയും രാഷ്ട്രീയ താല്പര്യമാണ്. ഇല്ലെങ്കിൽ ഗോവിന്ദൻ മാഷിനെ പോലെ മുതിർന്ന എല്ലാവരും ആദരിക്കുന്ന താത്വികാചാരനായ CPM-ന്റെ സെക്രട്ടറിക്കും രാജീവ് മന്ത്രിയെ പോലെ എല്ലാവരും പണ്ഡിതനാണെന്ന് കരുതുന്ന അല്ലെങ്കിൽ വളരെ സമചിത്തതയോടെ സംസാരിക്കുന്ന ശ്രീ രാജീവ് മന്ത്രിക്കും അടക്കം ഇതിൽ നിലപാടെടുക്കേണ്ടി വന്നെങ്കിൽ CPM-ന്റെ രാഷ്ട്രീയ താല്പര്യമാണെന്ന് പകൽ പോലെ വ്യക്തമായില്ലേ. യഥാർത്ഥത്തിൽ CPM SITക്ക് വേണ്ടി PR വർക്ക് നടത്തുന്നു എന്നതിന്റെ കാര്യത്തിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയല്ലേ അത്. യഥാർത്ഥത്തിൽ ഇന്നലെ ചില ആൾക്കാർക്കെങ്കിലും സംശയം ഉണ്ടാവും. ഇന്ന് ഗോവിന്ദൻ മാസ്റ്ററിന്റെ അടക്കം നിലപാടിലൂടെ, രാജീവ് മന്ത്രിയുടെ നിലപാടിലൂടെ അത് വെളിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പം കുറച്ചുകൂടെ വ്യക്തമായി. ആ വ്യക്തമായത് എന്താണ്? ആ വ്യക്തമായത് 4 വരികളിൽ ഞാൻ പറയാം. തന്ത്രിയെ കുടുക്കിയത് ആരപ്പ, മുഖ്യമന്ത്രിയാണ് അയ്യപ്പ, വിശ്വാസം തകർത്തത് ആരപ്പ, പിണറായി സഖാവാണ് അയ്യപ്പ. അതായത് ശബരിമല യുവതികളെ കയറ്റി വിശ്വാസം തകർക്കാനെന്ന് നേതൃത്വം കൊടുത്ത പിണറായി സഖാവാണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം നല്ല കാര്യം ചെയ്യുമ്പോൾ അഭിനന്ദിക്കുന്ന, കൈയടിക്കുന്ന വ്യക്തികളാണ് നമ്മൾ എല്ലാവരും. ഞാൻ സുരേഷ് സഖാവിനും അറിയാം. അദ്ദേഹം നമ്മുടെ പിണറായി വിജയൻ സഖാവ് വാവരെയും വെളുത്തെയും അയ്യപ്പനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ എല്ലാം എണീച്ചെന്ന് കൈയടിക്കുകയും ഏറ്റവും അഭിനന്ദിക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞിട്ടില്ല. ശരിക്കും അതാണ് ശബരിമലയുടെ ചരിത്രം. അത് ഹൈലൈറ്റ് ചെയ്ത് സഖാവ് പിണറായി വിജയൻ അവർകളാണ്. എന്നാൽ യുവതി പ്രവേശനത്തിന് പിടുത്തം പിടിച്ച് അദ്ദേഹം മാത്രമാണ്. എല്ലാവർക്കും അറിയാമല്ലോ. ഇനി നമുക്ക് മറച്ചു വെച്ചിട്ട് എന്താ കാര്യം?
അപ്പോ അതേപോലെ ശബരിമല തന്ത്രിയെ കൊടുക്കാൻ എന്തായാലും മുഖ്യമന്ത്രിയുടെ അനുമതി ഇല്ലാതെ ചെയ്യില്ലല്ലോ. ആ ഐഡിയ ആരുടെ ആണെങ്കിലും മുഖ്യമന്ത്രിയുടെ അടക്കം അനുമതി ഇല്ലാതെ ചെയ്യില്ല. രണ്ട്, ഓർക്കേണ്ട കാര്യം അയോട്ട ഓഫ് എവിഡൻസ് പോലും ഇല്ലെന്ന് പറഞ്ഞതൊരു കോടതിയാണ്. രണ്ട്, ഹൈക്കോടതിയെ കൊണ്ടുവന്ന് രക്ഷ നേടാൻ നോക്കരുത്. ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് ശബരിമല തന്ത്രിയുടെ കേസ് വന്നോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങൾ പോലും നമുക്കറിയില്ല. ഹൈക്കോടതിയിൽ നിന്ന് എന്തെങ്കിലും പരാമർശങ്ങൾ തന്ത്രിക്ക് അനുകൂലമായി വരുമെന്നാണ് വിശ്വസിക്കുന്നത്. ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചിൽ വന്നപ്പോൾ 81-ാം പേജിൽ തന്ത്രിക്ക് അനുകൂലമായ പരാമർശങ്ങളും അനുജ്ഞ മേടിക്കുന്ന കാര്യം തന്ത്രിയോട് ചെയ്തില്ല തുടങ്ങിയ കാര്യങ്ങൾ ഹൈക്കോടതിയുടെ വിധിയിൽ തന്നെയുണ്ട്. ഇനി ആരെയും ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്ത്രിയെ കൊടുക്കുന്ന രംഗത്താണ് അദ്വൈതം എന്ന സിനിമയിലെ പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ എന്ന പാട്ട് ഹൈക്കോടതി എഴുതി വെച്ചിരിക്കുന്നത്. ഓർക്കണം, നമ്മളാരുമല്ല. കേരള ഹൈക്കോടതി ഇത്രയും സുപ്രധാന കേസിൽ, ഇത്രയും പ്രമാദമായ കേസിൽ ഈ പാട്ട് എഴുതി വെക്കുന്നതിന്റെ സാഹചര്യം തന്ത്രിയെ കൊടുക്കുന്നതാണ്. ഒന്ന് തീർന്നില്ല. ഇനി ഗോവിന്ദ മാഷിനോട് എല്ലാ ആദരവും കൂടെ പറയട്ടെ. അദ്ദേഹത്തെ ഞാൻ വ്യക്തിപരമായും പരിചയപ്പെട്ടുള്ള മനുഷ്യനാണ്. ഗോവിന്ദ മാഷി യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ആവേശത്തിൽ ആരെയൊക്കെയാണ് ഈ പെരുങ്കള്ളന്മാരെന്ന് വിളിച്ചത്? വാസു സാറിനെ പോലെ മുതിർന്ന ഒരാളെ, പത്മകുമാർ സാറിനെ പോലെ മുതിർന്ന ഒരാളെ, അവരങ്ങനെ ആവരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വേറൊന്നും കൊണ്ടല്ല, വർഷങ്ങളായിട്ട് വ്യക്തിപരമായിട്ട് അറിയാം. കുഞ്ഞുനാൾ തൊട്ടേ ഇപ്പോൾ ആരും കുറ്റക്കാരാണ് അല്ലെങ്കിൽ സന്നിധാനത്തെ സ്വർണം കട്ടത് ആരാണ്? അവിടെയാണ് ഇത് കണ്ടെത്തുന്നതാണ് SITയുടെ ജോലി. കൃത്യമായി പറഞ്ഞാൽ SIT ജൂലൈ 19, 20 ശബരിമലയിൽ നടക്കിയെടുത്ത സ്വർണം പതിച്ച ചെമ്പ് പാളികളിലെ സ്വർണം പോയത് എവിടെ പോയി, എത്ര പോയി, എങ്ങനെ പോയി, ആര് കൊണ്ടുപോയി, ഈ ചോദ്യത്തിന് ഒരു ഉത്തരം പറയുന്നില്ല. അതായത് ഏകദേശം നമ്മുടെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് 1.7 കിലോഗ്രാമും ഏകദേശം കട്ടളപ്പാളികളിൽ നിന്ന് 2.5 കിലോഗ്രാമും തിരിച്ചു വന്നപ്പോൾ സ്വർണം പതിച്ചത് വെറും സ്വർണം പൂശലായി 400 ഗ്രാമും 500 ഗ്രാമുമായി കുറഞ്ഞു. ഇത് എവിടെ പോയി എന്ന ചോദ്യത്തിനൊഴിച്ച് ബാക്കി എല്ലാ ചോദ്യങ്ങൾക്കും SITക്ക് താല്പര്യമാണ്. SITD ഇതേപോലെ മനോഭാവം അദ്വൈത സിനിമ പോലെ കുറച്ചു കാലം മുമ്പ് അക്കരെ 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 എന്ന സിനിമയിൽ മഹാനായ ശ്രീനിവാസൻ പറയുന്നുണ്ട്, പോൾ ബാർബറുടെ സ്വർണ്ണ കിരീടം കണ്ടുപിടിക്കാൻ നമുക്ക് അടുത്തത് ഫ്രാൻസിലോട്ട് പോവാം, പിന്നീട് ഇംഗ്ലണ്ട്, പാരീസ്, ലണ്ടൻ, ഓസ്ട്രേലിയ, ഓരോ സ്ഥലങ്ങൾ പറയാം. വേറെ ഒരുപാട് ചോദ്യങ്ങളിലേക്ക് പോയി CPM-കാരെ രക്ഷിക്കാൻ ശ്രമിക്കുകയല്ലേ. ഉദാഹരണം വാജിവാഹനം. ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി തന്ത്രിയുടെ വീട്ടിലേക്ക് കൊടുത്തുവിട്ട വാജിവാഹനത്തിനെ തന്ത്രിയുടെ വീട്ടിൽ നിന്ന് റെയ്ഡ് ചെയ്ത് പിടിച്ചു. എന്തിനായിരുന്നു? ഇനി രണ്ട്, ഒരു ബന്ധവുമില്ലാതെ തന്ത്രിക്കെതിരെ 2.5 കോടി ഇൻവെസ്റ്റ്മെന്റ് അടക്കം ഉണ്ടെന്ന് പറഞ്ഞ് കള്ളക്കഥകൾ പ്രചരിപ്പിച്ചു. തന്ത്രി ഭാഗികമായി സ്വർണ്ണക്കൊള്ള സമ്മതിച്ചു എന്ന വ്യാജ വാർത്ത വരെ പ്രചരിപ്പിച്ചു. ഇത് രാഷ്ട്രീയക്കാർ ചെയ്യുന്നതല്ലേ? Aയും Bയും Cയും ആയ രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തോട്ടെ, അതവരുടെ ജോലിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ SIT ഒരു പൊളിറ്റിക്കൽ ഏജൻസിയായി, SIT ഒരു പൊളിറ്റിക്കൽ ബ്രാഞ്ച്, CPM-ന്റെ പൊളിറ്റിക്കൽ ബ്രാഞ്ചായി മാറുന്നത് ശരിയാണോ? അതുകൊണ്ടാണ് എല്ലാ സഖാക്കളും ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, യുവതീ പ്രവേശന സമയത്തിൽ തന്ത്രി എടുത്ത നിലപാട് എന്താണെന്നറിയാം. അന്ന് നടയടച്ച് പ്രതിഷേധിച്ചിരുന്നു. ആ നടയടയ്ക്കാൻ ഉപദേശിച്ചത് താനാണെന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം BJP നേതാവ് PS ശ്രീധരൻ പിള്ളയാണ്. ഇന്നും അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വന്നിരുന്നു. അത് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ താൻ നൽകിയ ഉപദേശം എന്നാണ് PS ശ്രീധരൻ പിള്ള ഇന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ട് മടങ്ങി വരാം. ശബരിമല നട അടച്ചിടാൻ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള തന്ത്രിക്ക് നൽകിയ ഉപദേശം കോടതിയെ ലക്ഷ്യമല്ല. ഞാൻ അടച്ചിടാൻ വേണ്ടി പറഞ്ഞതാണ്. സ്റ്റേറ്റ് സ്പോൺസേഡ് യാത്രയായിരുന്നു അത്. ശ്രീ ശങ്കുട്ടിദാസ്, BJP നേതാവാണ് അന്ന് ശ്രീധരൻ പിള്ള. അത് തന്ത്രിക്ക് ഒരു പൊളിറ്റിക്കൽ ഉപദേശമല്ലേ ആ കൊടുത്തത്? BJP നേതാവ് മാത്രമല്ല, അന്നത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു അദ്ദേഹം. BJP ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായി പരസ്യമായി സമരത്തിലായിരുന്നു. ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടണം എന്നായിരുന്നു BJPയുടെ പ്രഖ്യാപിതമായിട്ടുള്ള പൊസിഷൻ. അതിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം ശബരിമല ക്ഷേത്രത്തിൽ വിശേഷിച്ചും BJP നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ സമരം നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും തന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നൊരു കാര്യം, തന്ത്രിയാണ് ക്ഷേത്രാചാര കാര്യങ്ങളിൽ, അനുഷ്ഠാന കാര്യങ്ങളിൽ, വിശ്വാസ കാര്യങ്ങളിൽ അവസാന വാക്ക്. ദ തന്ത്രി ഷാൾ ബി ദ ഫൈനൽ അതോറിറ്റി ഇൻ മാറ്റേഴ്സ് റിലേറ്റഡ് ടു റൈറ്റ്സ്, റിച്വൽസ്, കസ്റ്റംസ് ആൻഡ് സെറിമണീസ് എന്ന് ശിരൂർമഠ് കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് ആചാരപരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്ത്രി വിശ്വാസ സമൂഹത്തിന്റെ നേതാവായി നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു തീരുമാനമെടുക്കണം, ആചാരങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കണം, യുവതീ പ്രവേശനം അനുവദിക്കില്ല എന്നുള്ള സ്ട്രോങ് ആയിട്ട് സ്റ്റാൻഡ് എടുക്കണം എന്ന് വിശ്വാസപക്ഷത്തു നിന്നിരുന്ന എല്ലാവരും അന്ന് തന്ത്രിയോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. PS ശ്രീധരൻപിള്ള ആ നിലയിലുള്ളൊരു ഉപദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയമായിട്ടുള്ളൊരു ഒപ്പീനിയൻ അല്ല, അത് വിശ്വാസി സമൂഹത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് അദ്ദേഹം അന്ന് ഇരുന്നിരുന്ന സ്ഥാനത്തിന്റെ ഭാഗമായി കൊടുത്തിട്ടുള്ള ഒരു ഉപദേശമാണ്. ഉപദേശം ശരിയുമാണ്. അതിന്റെ പേരിൽ തന്ത്രിക്കെതിരെ കോടതി അലക്ഷ്യത്തിന് കേസെടുക്കാൻ പറ്റില്ലെന്ന് അദ്ദേഹം പറഞ്ഞ് നിയമപരമായി നിലനിൽക്കുന്നൊരു വാദം തന്നെയാണ്. അല്ല ശംഖു, അപ്പൊ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പൊ യുവതീ പ്രവേശം അത് സുപ്രീം കോടതി വിധിയായിരുന്നു. അതിൽ തന്ത്രി ആ സമയത്ത് തന്ത്രി എടുത്ത നിലപാട്, ഇപ്പോൾ ആരുടെ ഉപദേശത്തിനനുസരിച്ചാണെങ്കിലും ശരി, തന്ത്രി എടുത്ത ഒരു നിലപാട്, ആ പ്രതിഷേധം, ആ സമരം, അത് ശബരിമലയിൽ
സന്നിധാനത്ത് ഏറ്റവും പവർഫുൾ വ്യക്തി തന്ത്രിയാണെന്ന് ബോധ്യപ്പെടുത്തിയില്ലേ? അപ്പോൾ ഈ ശബരിമലയിലെ ഈ കട്ടിളപ്പാളികളും ഈ ദ്വാരപാലക ശില്പങ്ങളും പുറത്തു കൊണ്ടുപോകേണ്ട എന്നൊരു തീരുമാനം, ഇതുപോലെ ഒരു പൊസിഷൻ, ഒരു ഡിസിഷൻ എന്തുകൊണ്ട് തന്ത്രി എടുത്തില്ല എന്നൊരു ചോദ്യമില്ലേ? ഒരിക്കലും ഇല്ല. അത് രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ്. ശബരിമലയിലെ യുവതീ പ്രവേശനം എന്ന് പറയുന്നത് ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ശബരിമലയിലെ വസ്തുവകകളുമായി ബന്ധപ്പെട്ട മരാമത്തിന്റെ പണി എന്ന് പറയുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. അത്തരം കാര്യങ്ങളിൽ തന്ത്രിക്ക് യാതൊരു അധികാരമില്ല. ദേവസ്വം മാനുവൽ ആ കാര്യത്തിൽ വളരെ ക്ലിയർ ആണ്. ശബരിമലയിലെ സ്വർണ്ണാഭരണങ്ങളാവട്ടെ, അവിടുത്തെ വിലപിടിപ്പുള്ള മറ്റ് സംഗതികളാവട്ടെ, ഇതിൻ്റെയൊക്കെ കസ്റ്റോഡിയനും സംരക്ഷകനും തിരുവാഭരണം കമ്മീഷണറാണ്. തന്ത്രി ഈ കാര്യങ്ങളിലൊന്നും, ദേവസ്വം ബോർഡിന്റെ തീരുമാനമെടുക്കുന്ന കാര്യത്തിലോ മരാമത്ത് എടുക്കുന്ന കാര്യത്തിലോ ഒന്നും തന്ത്രിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. തന്ത്രിക്ക് അവിടെ അനുജ്ഞ എടുക്കുക എന്ന് പറയുന്ന, ദേവന്റെ ഹിതമാരായുക എന്ന് പറയുന്നൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഹിതമാരായുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ റിട്ടേൺ ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ കൊടുക്കുക എന്ന് പറയുന്നൊരു ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ ദേവസ്വം ഒരു തീരുമാനമെടുത്തത് നടപ്പാക്കുന്നതിനെ തടയാനുള്ള കപ്പാസിറ്റി തന്ത്രിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ വിധി പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ആ കാര്യത്തിൽ തന്ത്രിക്കെതിരെ യാതൊരു കുറ്റവും പറയാൻ സാധിക്കില്ല എന്നുള്ള നിലപാട് തന്നെയാണല്ലോ കോടതിയും സ്വീകരിച്ചിട്ടുള്ളത്. ഇത് തനിക്കില്ലാത്തൊരു ഉത്തരവാദിത്തം തൻ്റെ മേലെ കെട്ടിവെച്ചുകൊണ്ട് താൻ ചെയ്യാത്ത പ്രവൃത്തികളുടെ കുറ്റവും കൂടി തൻ്റെ മേലെ ചാരുന്നൊരു പ്രവൃത്തിയാണ് ഇവിടെ ദേവസ്വം ബോർഡ് ചെയ്തിട്ടുള്ളത്. അതിന് ഈ പറഞ്ഞ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട അന്ന് സ്വീകരിച്ചിട്ടുള്ള നിലപാടിൻ്റെ പ്രതികാര ബുദ്ധിയാണ് എടുത്തത് എന്നും തന്ത്രി പറയുന്നുണ്ട്. ആ വിധിന്യായത്തിലെ പാരഗ്രാഫ് 4 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടൊരു അലിഗേഷനാണ് അതിൽ തന്ത്രി ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, the petitioner had faced public attacks from the influential figures of the ruling front for taking this stand. Further, when attempts were made, ഉപദേശമാണ് തന്ത്രി കേട്ടതെങ്കിൽ ഇന്ന് അതിലെ പകപോക്കലാണെന്നും BJP നേതാക്കളാണ് ഉപദേശിച്ചതെന്ന് പറഞ്ഞാലോ? അതെങ്ങനെയാണ് അത് പറയുന്നത്? എനിക്ക് അതിലെ കണക്ഷൻ മനസ്സിലായില്ല. നോക്കൂ, അന്ന് തന്ത്രിയെ ധാരാളം പേര്, വിശ്വാസ സമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ധാരാളം ആളുകൾ, വിശ്വാസ സമൂഹം ഒന്നടങ്കം അന്ന് തന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും ഈ പറയുന്ന സർക്കാരിന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് മുന്നിൽ വീണു പോകരുത്, ഒരിക്കലും സർക്കാരിന്റെ ഈ സമ്മർദ്ദത്തിന് മുന്നിൽ അടിയറവ് പറയരുത്, വിശ്വാസ സമൂഹത്തിന്റെ പക്ഷത്തു നിന്നുകൊണ്ട് യുവതീ പ്രവേശനത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം. കാരണം ആചാര കാര്യങ്ങളിൽ തന്ത്രിയുടെ വാക്കാണ് ഫൈനൽ. ആ കാര്യത്തിൽ ദേവസ്വം ബോർഡിന് സർക്കാരിന് ഒരു അധികാരമില്ല. ശബരിമല വിധിയുടെ സ്വഭാവം എന്താണ്? ശ്രീധരൻ പിള്ള പറയുന്നു താനാണ് ഉപദേശം നൽകിയതെന്ന്. ഇന്നിപ്പോൾ ഇതൊരു രാഷ്ട്രീയ ആരോപണമായി മാറിയിട്ടുണ്ട്. പകപോക്കലാണ്, പ്രതികാരം എന്നുള്ളതാണ് തന്ത്രിയുടെ വാദം. ആ വാദവും ഇതുപോലെ ആരുടെയെങ്കിലും BJP നേതാക്കളുടെ ഉപദേശമല്ല എന്നെങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക? കാരണം 2018 വന്നൊരു വിധി 2026 വരെ ഒരു സർക്കാർ ഇങ്ങനെ പ്രതികാര മനോഭാവമായി നിലനിൽക്കുന്ന ആരോപണമാണ്. അല്ല, പ്രതികാര മനോഭാവമായിട്ട് നിലനിന്നു എന്ന് കാണിക്കാൻ വേറെയും തെളിവുകളുണ്ട്. ശ്രീമതി ആര്യ, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ്? നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ശബരിമല ക്ഷേത്രത്തിൻ്റെ ഉൾപ്പെടെ കേരളത്തിലെ 100ഓളം ക്ഷേത്രങ്ങളുടെ തന്ത്രം കൈകാര്യം ചെയ്യുന്ന തന്ത്രി കണ്ഠര് രാജീവൻ എന്ന് പറയുന്ന ഒരാളെ ഒരു തെളിവുമില്ലാതെ കേരള പോലീസ് നയിക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്ത് 41 ദിവസം ജയിലിലടച്ച് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജാമ്യ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട കോടതി പറയണം, വിധിയുടെ പാരഗ്രാഫ് 88 നോക്കൂ, വെരി ഇമ്പോർട്ടൻ്റ്ലി there is nothing on record for the matter, not even an iota of evidence from the side of the special investigation team to establish any positive involvement on the part of the petitioner in the alleged irregularities. അതായത് ഇങ്ങനെയൊരു കേസുമായി ബന്ധപ്പെട്ട് തന്ത്രിയെ പോസിറ്റീവ്ലി അതിൽ ഇൻവോൾവ് ചെയ്യിക്കാനുള്ള ഒരു തെളിവിൻ്റെ കണിക പോലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ കയ്യിലില്ല എന്ന് പറയുന്നു. ഒരു തവണയല്ല, 2 തവണ. പാരഗ്രാഫ് നമ്പർ 87 പോയി കഴിഞ്ഞാൽ, ഇൻ ദ പ്രസന്റ് കേസ് ഹൗവർ ദ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹാസ് നോട്ട് ബീൻ ഏബിൾ ടു പ്രൊഡ്യൂസ് ഈവൻ an iota of അത് പറയുന്നുണ്ട്. ശ്രീ സുഭാഷ് ബാബു, തന്ത്രി കണ്ഠര് രാജീവര് 3 പതിറ്റാണ്ടിലധികമായി ശബരിമലയിലെ തന്ത്രിയാണ്. അത് മാത്രമല്ല കേരളത്തിലെ 100ഓളം ക്ഷേത്രങ്ങളുടെ താന്ത്രിക ആചാര്യനാണ്. അപ്പോൾ തന്ത്രിയെ പോലെ ഒരു വ്യക്തിയെ, ഇത്രയും വലിയൊരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് SIT കടക്കുമ്പോൾ അതിന്റെ വരും വരായ്മകളെ കുറിച്ച് ആലോചിക്കില്ലേ? തീർച്ചയായിട്ടും അതങ്ങനെ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, ഇപ്പം തന്ത്രി മാത്രമല്ലല്ലോ, നേരത്തെ രവികുമാർ എന്ന് പറഞ്ഞൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ അടുത്ത് തെളിവില്ല എന്ന് പറഞ്ഞ് ഈ കോടതി തന്നെ ജാമ്യം കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും വിസ്മരിച്ചു പോയി എന്ന് തോന്നുന്നുണ്ട്. അതും ഇതേമാതിരി തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലും അദ്ദേഹത്തിന് ഒരു പ്രസ്ഥാനത്ത് നിർത്താനുള്ളതുമായ യാതൊരു തെളിവുകളും ഇല്ല എന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് അന്ന് ജാമ്യം കൊടുത്തത്. അത് ജാമ്യം കൊടുത്തിട്ട് അത് അദ്ദേഹത്തിനെ ഡിസംബർ മാസത്തിൽ അറസ്റ്റ് ചെയ്ത് 53 ദിവസം മറ്റോ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തിട്ടുണ്ട്. അപ്പം തന്ത്രിക്ക് മാത്രമൊന്നുമല്ല ഇങ്ങനെ പ്രിമച്വറായിട്ട് ജാമ്യം കിട്ടിയിരിക്കുന്നത്. പ്രധാനമായിട്ട് എന്താണ്? അതെ, അത്
അതെ, അത് തന്നെ. അപ്പോൾ അത് ആരും വിസ്മരിക്കേണ്ട. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇതേ അവസ്ഥയിലാണ്, ഇതേ സാഹചര്യത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ തന്ത്രിയെ സംബന്ധിച്ചോണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചോളം അവിടെ ആചാരപരമായ കാര്യങ്ങളിലല്ലാതെ അവിടെ ഭരണപരമായ ഒരു കാര്യങ്ങൾക്ക് യാതൊരു രീതിയിൽ ഇടപെടാൻ ദേവസ്വം മാനുവൽ പ്രകാരമായിട്ടോ നിയമപരമായിട്ടോ സാമൂഹ്യമായിട്ടോ അദ്ദേഹത്തിന് അധികാരമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെയുള്ള പ്രധാന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ പാളികളും ഈ കട്ടളപ്പാളിയും വാതിൽപ്പാളികളും ഒക്കെ ഇളക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഭരണപരമായ ഒരു തീരുമാനം ദേവസ്വം ബോർഡ് എടുക്കുന്നു. അതിന് അനുജ്ഞ ചോദിച്ചു, മാസ്റ്റർ എഴുതി, അതിനകത്തൊക്കെ അദ്ദേഹം ഒപ്പിട്ടു. അദ്ദേഹം അവിടുത്തെ ഒരു താന്ത്രിക കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹം സാക്ഷിയായിട്ട് ഒരു മാസ്റ്ററിൽ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ശരിയാണ്. പിന്നെ അദ്ദേഹം അനുജ്ഞ ഒരു കേസിൽ കൊടുത്തിട്ടുണ്ട്, ഒരു കേസിൽ കൊടുത്തിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ടൊന്നും അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹം ഇതിനകത്ത് ഗൂഢാലോചന ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. ഗൂഢാലോചന എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ബിറ്റ്വീൻ പേഴ്സൺസ്, അതായത് ഇതിൽപ്പെടുന്ന ആളുകൾ ആശയവിനിമയം നടത്തുകയോ നേരിട്ട് കണ്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിൽ ഇതിനൊരു ഗൂഢാലോചന നടത്തിയെന്നുള്ള രീതിയിൽ ഇതിന് ഗൂഢാലോചനയുടെ പ്രശ്നം വരുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷനാണ്. ആര് ആ പ്രോപ്പർട്ടി, അതായത് അവിടുത്തെ ദേവസ്വത്തിൻ്റെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്ത് നോക്കി അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ വഹിക്കുന്ന ദേവസ്വം ബോർഡ് ഒരു തീരുമാനം എടുക്കുകയാണ്. ആ ദേവസ്വം ഉദ്യോഗസ്ഥന്മാരിലൂടെ അതിന് ഒരു ഉത്തരവിറക്കുകയും ആ ഉത്തരവിറക്കേൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് കൊണ്ടുപോയത്. അപ്പോൾ അവിടെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു മോഷണമൊന്നുമല്ല, അത് കരുതിക്കൂട്ടി ഈ സാധനം കൊണ്ടുപോകാൻ വേണ്ടി അവരൊരു ഒഫീഷ്യലായിട്ട് എടുത്തൊരു തീരുമാനമാണ്. ആ തീരുമാനം എടുക്കുന്നതിനകത്തിൽ അതിനുവേണ്ടി ഒരു കൃത്രിമ രേഖ ഉണ്ടാക്കി. കൃത്രിമ രേഖ ഉണ്ടാക്കുന്നതുമായിട്ട് തന്ത്രിക്ക് ഒരു ബന്ധമില്ല. അപ്പം ഗൂഢാലോചന എങ്ങനെ തന്ത്രിക്ക് ബന്ധം വരുന്നത്? അപ്പോൾ ആ തന്ത്രി എഴുതി കൊടുത്തത് പോലും സ്വർണ്ണപ്പാളികളെന്നാണ്. അതിൽ ചെമ്പ് തെളിഞ്ഞു, സ്വർണ്ണപ്പാളികളില്ല, ചെമ്പ് തെളിഞ്ഞു, അത് എന്നാണ് അനുജ്ഞ കൊടുത്തിരിക്കുന്നത്. അപ്പം എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടെന്ന് അദ്ദേഹത്തിന് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല. അപ്പോൾ ഗൂഢാലോചനയിൽ അദ്ദേഹത്തിന് പങ്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അതൊരു കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത് വ്യക്തമാണെന്ന്, അത് നമുക്ക് തന്നെ ബോധ്യപ്പെടുന്ന കാര്യമാണ്. പിന്നെ രണ്ടാമത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഇതിനകത്ത് പറയുന്നത്, ഇതിനകത്ത് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, അതായത് വിശ്വാസവഞ്ചനയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കുറ്റം വരുന്നത്. അതിനാണല്ലോ ഗൂഢാലോചന നടത്തുന്നത്. ആ വിശ്വാസവഞ്ചന ചെയ്ത് ആരെങ്കിലും ഒരു ഉത്തരവാദിത്വത്തിൽ അവരുടെ ഉത്തരവാദിത്വത്തിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു വസ്തു അല്ലെങ്കിൽ അതിൻ്റെ മേൽക്കോയ്മയുള്ള അതീശത്വമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ആ സാധനം അവരുടേതോ മറ്റാരെങ്കിലും ആവശ്യത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യാൻ ഇവരെ കൂട്ടുത്തരവാദിത്വത്തിന് വിപരീതമായിട്ട് ഏത് രീതിയിൽ ഈ പ്രവൃത്തി അല്ലെ ഇതിൻ്റെ സൂക്ഷിപ്പ് നോക്കണമെന്നും കൈകാര്യം ചെയ്യണമെന്നും വിപരീതമായ രീതിയിൽ അത് ചെയ്യുന്ന വഴി ദേവസ്വത്തിനോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിക്കോ ദേവസ്വം നഷ്ടം വരികയോ വേറൊരു വ്യക്തിക്ക് ഗുണം കിട്ടുകയും ചെയ്യുന്ന പ്രവൃത്തി ചെയ്താൽ അതിനെയാണ് നമ്മൾ ഈ ക്രിമിനൽ ബ്രീച്ച് ഓഫ് അല്ലെങ്കിൽ ഇതേമാതിരി ഈ കുറ്റം തെളിയിക്കപ്പെടുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഈ തന്ത്രിയെ സംബന്ധിച്ച് എന്താണ് അദ്ദേഹത്തിന് അതിനകത്തുള്ള അധികാരം? അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ തെളിവുകളിൽ കിട്ടിയില്ല എന്ന് ഈ ട്രയൽ കോടതി, പ്രത്യേകിച്ച് ബെയിൽ ആ കോടതിയാണ് പരിശോധന. ആ കോടതി മാത്രമേ ഈ കേസ് ഫയലിൻ്റെ A മുതൽ Z വരെ എല്ലാ കടലാസുകളും എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും എല്ലാ റെക്കോർഡുകളും അതിനകത്ത് ലഭ്യമായ, കാരണം ഏത് റെക്കോർഡായാലും ശരി അതിൻ്റെ കോപ്പി അതിനകത്തിലുണ്ടാവും. ഇത് മുഴുവൻ പരിശോധിച്ച് നോക്കുകയും ആ കോടതിക്ക് സമാനമായിട്ട് അതിൻ്റെ ഒറിജിനൽ അവിടെ കോടതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതുവരെ അവർ പരിശോധിച്ച് നോക്കിയിട്ടാണ് ഇങ്ങനെ ഒരു ഉത്തരവിറക്കുന്നത്. ആ ഉത്തരവിറക്കുമ്പോൾ അത് നമുക്ക് ആധികാരികത ചോദ്യം ചെയ്യാനുള്ള വലിയ സാങ്കത്യമൊന്നും അതിനകത്തില്ല. അത് ആധികാരികമായിട്ട് തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇപ്പം വേറൊരു കാര്യം, നമ്മൾ ഏറ്റവും സവിശേഷമായ ഒരു കാര്യം എന്താണെന്ന് പറയാം, ഒരു ഡിവിഷൻ ബെഞ്ച് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ആ ഡിവിഷൻ ബെഞ്ച് ഒരിക്കലും കേസ് വേറെ നോക്കില്ല. അത് മിസ്കാരേജ് ഓഫ് ജസ്റ്റിസ് ആവും. അത് നോക്കിയിട്ട് ഇന്നത് ചെയ്ത് ഇന്നാളെ അറസ്റ്റ് ചെയ്തൊന്നും അവർക്ക് കൊടുക്കാൻ അവർ റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി പ്രൊസീഡ്, യു ക്യാൻ പ്രൊസീഡ്, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ചെയ്തോളൂ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് കേസ് ഫയൽ ആ കോടതി നോക്കിയെന്ന് എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് മിസ്കാരേജ് ഓഫ് ജസ്റ്റിസ് ആയി, അത് പ്രതികൾക്ക് അനുകൂലമായിട്ടാണ്, അത് ചെയ്യുന്നത് ഇൻജസ്റ്റിസ് ആണെന്നും അത് അനുവദനീയമല്ലെന്നും കോടതികൾ സുപ്രീം കോടതി 100 പ്രാവശ്യം പല കേസുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ഒരിക്കലും ഉണ്ടാവില്ല. അത് ഈ ട്രയൽ. സുരേഷ് കുമാർ, പാർട്ടി സെക്രട്ടറിക്ക് പിണറായി വിജയനോട് എന്തെങ്കിലും വിദ്വേഷമുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് എത്തി നിൽക്കുന്ന സമയത്ത് തന്ത്രിയെ പെരുങ്കള്ളനാണെന്ന് പറയുന്നു. പത്മകുമാറിന് ഒരു പ്രശ്നവുമില്ല, പത്മകുമാറിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല. വീണ്ടും യുവതീ പ്രവേശനവും രഹന ഫാത്തിമയും ബിന്ദു അമണിയും ഒക്കെ ചർച്ച ചെയ്യിപ്പിക്കുന്നത് എന്തിനാണ് പാർട്ടി സെക്രട്ടറി? നോക്കൂ, ഇവിടെ എൻ്റെ സഹ പാനലിസ്റ്റുകളായി പങ്കെടുത്ത മുഴുവൻ ആളുകളും പാർട്ടിയെയും പാർട്ടി സെക്രട്ടറിയെയും മുഖ്യമന്ത്രിയെയും മന്ത്രിസഭയെയും ഒക്കെ അനാവശ്യമായി പ്രതിസ്ഥാനത്തേക്ക് വലിച്ചിഴയ്ക്കുന്ന ഒരു ചർച്ചയാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ മറുപടി പറയാൻ എനിക്ക് 2-3 മിനിറ്റ് മതി, അതിനുള്ള സാവകാശം തരണം. അക്കാര്യങ്ങൾക്ക് ഞാൻ ആദ്യം മറുപടി പറയാം. ഒന്ന്, ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധിയും ശ്രീ രാഹുൽ ഈശ്വർ അടക്കമുള്ള ആളുകൾ
ഒരു ബ്ലണ്ടർ ഈ ബഹുമാനപ്പെട്ട നമ്മുടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രേക്ഷക സമൂഹത്തെ, വിശ്വാസ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെയാണ്: ജാമ്യം അനുവദിക്കുന്നത് മന്ത്രിയാണ്, അല്ലെങ്കിൽ മന്ത്രിസഭയാണ്, പാർട്ടി സെക്രട്ടറിയാണെന്നുള്ള നിലയിലാണ്. അതുപോലെ തന്നെ ഇവിടെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിൽ കഴിയേണ്ടി വന്നത് പാർട്ടിയോ അല്ലെങ്കിൽ മന്ത്രിസഭയോ എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് തെറ്റായ നിലയിൽ അതിനെ അസത്യത്തെ സത്യമായി ഈ ചാനൽ ഫ്ലോറിൽ പറഞ്ഞ് അവതരിപ്പിക്കുകയാണ്. അങ്ങനെ പറഞ്ഞില്ല. പാനലിസ്റ്റുകൾ പറയാൻ ശ്രമിക്കുന്നത് ഇന്ന് പാർട്ടി സെക്രട്ടറിക്ക് എങ്ങനെ ബോധ്യപ്പെട്ടു തന്ത്രി പെരുങ്കള്ളനാണെന്നാണ്. കാരണം കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. പൊതുസമൂഹത്തിന് മുന്നിൽ തന്ത്രി കുറ്റക്കാരനാണ്. ഇത്രയും പക്ഷപാതപരമായി ഇടപെടരുത്. ഇത്രയും പക്ഷപാതപരമായി ഞാനൊന്ന് പറയട്ടെ. ഇത്രയും പക്ഷപാതപരമായി ഇടപെടരുത്. ശ്രീ വസന്ത് ശ്രീയൊക്കെ അടക്കമുള്ള ആളുകൾ ഇവിടെ പറഞ്ഞു വെച്ചത്, അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ പറഞ്ഞത്, പാർട്ടി സെക്രട്ടറിയും മന്ത്രിയുമാണ് അദ്ദേഹത്തെ പ്രതിയാക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ കള്ളനാക്കാൻ ഇതിനകത്ത് ഗൂഢാലോചന നടത്തിയതെന്ന് വളരെ വസ്തുനിഷ്ഠമായി പറഞ്ഞു വെച്ചതാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണത്തെ ഇത്രമാത്രം വക്രീകരിച്ച് ചാനൽ ഫ്ലോറിൽ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ അതങ്ങനെയല്ല, അതിൻ്റെ അകത്ത് വസ്തുത പറയണമെന്ന് താങ്കൾക്ക് പറയാൻ കഴിയാതെ പോയത് താങ്കളുടെ നിഷ്പക്ഷതയിൽ പക്ഷപാതിത്വം ഒളിഞ്ഞിരിപ്പുള്ളത് കൊണ്ടാണ്. ഞാനത് അവിടെ നിർത്തുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ നമുക്ക് അനുകൂലമായി അല്ലെങ്കിൽ CPM-മായി ബന്ധപ്പെട്ട ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഈ കോടതി കൊള്ളാം. നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് വരുമ്പോൾ ഈ കോടതികൾ കൊള്ളാം. നമുക്ക് തീരുമാനങ്ങൾ നമുക്ക് പ്രതികൂലമാണ് എങ്കിൽ കോടതികളാകെ മോശം. ഈ രൂപത്തിലുള്ള അഭിപ്രായ പ്രകടനമല്ലേ ഇവിടെ നടത്തിയത്. പിന്നെ വളരെ അസ്വാഭാവികമായി ഇന്ന് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിന്റെ നിയമത്തിന് നേതൃത്വം നൽകുന്ന ബഹുമാന്യനായ മന്ത്രി P. രാജീവ് അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയിൽ കേസിന്റെ മെറിറ്റിലേക്ക് കോടതി പോയിരിക്കുകയാണ്. അതും അസ്വാഭാവികതയാണ്. അത് നമ്മൾ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയണം. പിന്നെ BJP-യുടെ പ്രതിനിധി പറഞ്ഞ ചില കാര്യങ്ങൾ, ശ്രീ ശങ്കുട്ടി ദാസ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. PS ശ്രീധരൻപിള്ള ഒരു വക്കീൽ എന്നുള്ള നിലയിൽ ബഹുമാന്യനായ അദ്ദേഹം ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു സുവർണാവസരം എന്ന് പറഞ്ഞത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? BJP നേതാവായിട്ടാണോ അതോ വക്കീലായിട്ടാണോ? കേരളം കലാപകലുഷിതമായി കാണണം എന്ന ആഗ്രഹത്തോടു കൂടി അദ്ദേഹം നടത്തിയ അഭിപ്രായ പ്രകടനമാണോ അതോ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം നടത്തിയ ഉപദേശമാണോ? ഇതിലേതാണ് എന്ന് കൃത്യമായി സമർത്ഥിക്കാൻ അദ്ദേഹത്തിന് അടുത്ത റൗണ്ടിലെങ്കിലും കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ക്രിമിനൽ കോൺസ്പിറസിക്ക് പുതിയ നിർവചനം നൽകിയിരിക്കുകയാണ്. ഇത് കേസിന്റെ വിചാരണ വേളയിലാണെങ്കിൽ ഈ കേസിന് ഉപകരിക്കും. ഭാരതീയ ന്യായ സംഹിതയ്ക്കകത്ത് ക്രിമിനൽ കോൺസ്പിറസിക്കകത്ത് ഇവിടെ പുതിയ നിർവചനങ്ങൾ നൽകുകയാണ്. അത് ഒരു പ്രതിയെ പെട്ടെന്ന് രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യഗ്രതയായിട്ട് മാത്രമേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് കേസിന് യാതൊരുവിധ ഉപോത്ബലവും നൽകാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വാദഗതികൾക്ക് കഴിയില്ല. ഞാൻ ആദ്യം പറഞ്ഞെടുത്ത് തന്നെ നിൽക്കുന്നു. റിമാൻഡ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഒരു പ്രതി നടത്തുന്ന അദ്ദേഹം പാവമായിരുന്നു, എനിക്കിതിൽ യാതൊരുവിധ പങ്കുമില്ല, എന്നെ കുടുക്കിയതാണ്. ഇത് സ്ഥിരം ക്ലീഷേ ഡയലോഗ്സ് ആണ്. അത് കനിയാവർത്തനം പോലെ ഇവിടെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ്. താങ്കൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ഓരോ പാനലിസ്റ്റുകളോടായി ചോദിച്ചു കഴിഞ്ഞതാണ്. താങ്കൾ എന്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്തോളൂ. ബെയിൽ ഓർഡറിലെ മെറിറ്റിലേക്ക് കടക്കുന്നത് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. ഇപ്പോഴും താങ്കൾ പറഞ്ഞു SIT ആണ്. ശരി, SIT റിപ്പോർട്ട് ഹൈക്കോടതിയിലാണ് കൊടുക്കുന്നത്. ശരി, അതും ഞാൻ അംഗീകരിക്കുന്നു. പിന്നെ പാർട്ടി സെക്രട്ടറിക്ക് എങ്ങനെ ബോധ്യപ്പെട്ടു പെരുങ്കള്ളനാണെന്ന്? താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം. താങ്കൾ പറഞ്ഞു SIT ആണ് അന്വേഷിക്കുന്നത്, സർക്കാരിന് ബന്ധമില്ല. ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ താങ്കളെ വിശ്വസിക്കുന്നു. താങ്കൾ പറഞ്ഞു എല്ലാ റിപ്പോർട്ടും ഹൈക്കോടതിയിലാണ് കൊടുക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അംഗീകരിക്കുന്നു. പാർട്ടി സെക്രട്ടറിക്ക് എങ്ങനെ ബോധ്യപ്പെട്ടു തന്ത്രി പെരുങ്കള്ളനാണെന്ന്? എന്നെ വിശ്വസിക്കണ്ട, അതല്ലേ വസ്തുത. താങ്കൾ പറഞ്ഞതിനെ ഞാൻ മുഖവിലക്കെടുക്കുന്നു. ഒരു സംശയവും എനിക്കതില്ല. പിന്നെ പാർട്ടി സെക്രട്ടറിക്ക് എങ്ങനെ പെരുങ്കള്ളനാണ് തന്ത്രി എന്ന് ബോധ്യപ്പെട്ടു? അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ താങ്കളെ വിശ്വസിക്കുന്നു എന്നാണ് ബഹുമാന്യയായ ആര്യ ഇപ്പൊ പറഞ്ഞത്. എന്നിട്ട് ഉടൻ തന്നെ അത് ചൂടാറുന്നതിന് മുൻപേ തന്നെ മാറ്റി പറയുന്നത് ശരിയല്ല. എന്നെ വിശ്വസിക്കുക, എന്റെ വിശ്വാസമോ അവിശ്വാസമോ ഇവിടെ പ്രസക്തമായ കാര്യമേ അല്ല. ശ്രീ സുരേഷ് കുമാർ, അത് മാത്രം പറഞ്ഞാൽ മതി. പാർട്ടി സെക്രട്ടറിക്ക് എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് തന്ത്രി കണ്ഠര രാജീവര് പെരുങ്കള്ളനാണെന്ന് ബോധ്യപ്പെട്ടത്? ഇപ്പൊ നിയമമന്ത്രിയുടെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാം. ആ ഉത്തരവിൽ ഒരു അസ്വാഭാവികതയുണ്ട്. അതിനെ അപ്പീലുമായി SIT പോകുന്നു. അതൊക്കെ നിയമപരമായ നടപടിയാണ്. എങ്ങനെയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് തന്ത്രി പെരുങ്കള്ളനാണെന്ന് ബോധ്യപ്പെട്ടത്? എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ? വളരെ സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ.
ഞാൻ സിമ്പിളായി തന്നെ മറുപടി പറയാം. ഇന്നലെ വന്ന ചില സ്റ്റേറ്റ്മെന്റുകളുണ്ട്. അതിൽ അന്നത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റ് വളരെ കരുതിക്കൂട്ടി അദ്ദേഹം ഇന്നലെ വളരെ കൃത്യമായി അദ്ദേഹം ആ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഞാനാണ് ഉപദേശം കൊടുത്തത് അവിടെ നടയടച്ചിടുന്നതിന് വേണ്ടി. അതിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ കാര്യം തന്നെ ഞാൻ മുഖവിലക്കെടുക്കുന്നു. ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലായി നമുക്കതിനെ കൺസിഡർ ചെയ്യാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ അതേ ദിവസങ്ങളിൽ തന്നെ BJP പ്രവർത്തകരുടെ, അതെനിക്ക് തോന്നുന്നു ഉന്നതാധികാര സമിതിയുടെ യോഗം ചേർന്നുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇത് നമുക്ക് കൈവന്നിരിക്കുന്ന ഒരു സുവർണ അവസരമാണ്, ഈ അവസരത്തെ പരമാവധി പ്രയോജനപ്പെടുത്തണം. എന്താണ് അതിൻ്റെ അർത്ഥം? കേരളത്തെ ഒരു കലാപ കലുഷിത അന്തരീക്ഷത്തിലേക്ക് നമുക്ക് തള്ളിവിടാം എന്ന് ആഹ്വാനം ചെയ്യുകയാണ്. ഇത് രണ്ടും ഒരേ നാവിൽ നിന്നാണ് പുറപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായും ഇതിൽ അറിഞ്ഞോ അറിയാതെയോ തന്ത്രി പങ്കാളിയായിട്ടുണ്ട് അന്ന്. അല്ലെങ്കിൽ തന്ത്രി അദ്ദേഹത്തിന്റെ നിരപരാധിത്വം മാധ്യമങ്ങളെ വിളിച്ചു ചേർത്ത് ഇതേപോലെ പറയണം, എന്നെ കുരുക്കിയതാണെന്ന് പറയുന്ന അതേ ഗൗരവത്തിൽ ബിജെപിയുടെയും വിശ്വാസികളുടെയും തന്ത്രിയുടെയും നിലപാട് ഒന്നായിരുന്നു. അപ്പോൾ PS ശ്രീധരൻ പിള്ള എന്ന അന്നത്തെ BJP അധ്യക്ഷൻ ഒരു ഉപദേശം കൊടുത്തു. അതിൽ അഭിഭാഷകൻ എന്ന നിലയിലാണെങ്കിലും ശരി, BJP നേതാവെന്ന നിലയിലാണെങ്കിലും ശരി, അവർ രണ്ടുപേരും ആ വിഷയത്തിൽ ഒരേ പക്ഷത്തായിരുന്നു. യുവതികളെ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന പക്ഷത്ത്. അപ്പോൾ ഒരു ഉപദേശം കൊടുത്തു. അതുകൊണ്ട് തന്ത്രി പെരുങ്കള്ളനാണെന്ന് എങ്ങനെ ബോധ്യപ്പെടും? അല്ല, ഞാൻ പറഞ്ഞതും ആര്യയ്ക്ക് മനസ്സിലാകാനിട്ടല്ല. അതിനകത്ത് ബഹുമാന്യനായ അന്നത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് നടത്തിയിട്ടുള്ള ഉപദേശം, അദ്ദേഹത്തിന്റെ അഡ്വൈസ് പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന അഡ്വൈസ് ആയിരുന്നില്ല. അങ്ങേയറ്റം നിഷ്കളങ്കതാപൂർവം നടത്തിയ അഭിപ്രായ പ്രകടനമായിരുന്നില്ല. അദ്ദേഹത്തിന് മറ്റൊരു ഇന്റൻഷൻ, ഒരു ക്രിമിനൽ ഇന്റൻഷൻ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ക്രിമിനൽ ഇന്റൻഷനിൽ ഒരു ഘട്ടത്തിൽ തന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കാളിയായിട്ടുണ്ട്. ഇല്ല എങ്കിൽ അദ്ദേഹം ഇതേ രൂപത്തിൽ വാർത്താ സമ്മേളനം നടത്തി എനിക്ക് അദ്ദേഹത്തിന്റെ ക്രിമിനൽ ഇന്റൻഷനിൽ ഞാൻ പങ്കാളിയായിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ, ഈ കോൺസ്പിറസിയിൽ, അന്നത്തെ ആ കോൺസ്പിറസിയിൽ പങ്കില്ല എന്ന് കേരളത്തിലെ പൊതുജനവും വിശ്വാസി സമൂഹവും വിശ്വസിക്കുകയുള്ളൂ. അതല്ലാത്ത കാലത്തോളം അദ്ദേഹത്തെ ഇതേ രൂപത്തിൽ, ഞാൻ ആ വാക്ക് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞ അതേ വാക്കുകൾ ഉപയോഗിച്ച് തന്നെ പരാമർശിച്ചു. ഇതിനുള്ള മറുപടി അതും സ്വർണ്ണക്കൊള്ളയും തമ്മിൽ എന്ത് ബന്ധം? സഖാവ് സുരേഷിന്റെ നിലപാട് നമുക്കറിയാം. അദ്ദേഹത്തിന് നിലപാട് പറയാൻ കഴിയില്ല. ഒരു പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഞാനും ഏതെങ്കിലും ഒരു പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യുന്നത് ഇങ്ങനെ പറയാനേ പറ്റൂ. പക്ഷെ ആര്യ വളരെ റിപ്പീറ്റഡും ഷാർപ്പായും ചോദിക്കുകയാണ്, തന്ത്രി എങ്ങനെ ഈ രീതിയിൽ പെരുങ്കള്ളന്മാരുടെ പട്ടികയിൽ വന്നു? ഒരു ബന്ധവുമില്ലാത്ത ശ്രീധരൻപിള്ള സാറിന്റെ പ്രസ്താവന വന്ന് അതിന്റെ ക്രിമിനൽ ഇന്റന്റ് ഒക്കെ പറയുന്നത് അത് കേട്ടപ്പോൾ ഓർമ്മ വന്നു. നമ്മുടെ അറബിക്കഥയില് ശ്രീനിവാസൻ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഉള്ളിൽ പോയി മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ സുരേഷ് സഖാവ് ദൈവവിശ്വാസിയോ എന്നറിയില്ല, എനിക്ക് ഉറപ്പുണ്ട് ഈ ചാനൽ ചർച്ച കഴിഞ്ഞ് അദ്ദേഹം ഒരു മുറിയിൽ പോയി ദൈവമേ ഞാൻ പറഞ്ഞതിന് ക്ഷമിക്കണമെന്ന് വിശ്വാസിയാണെങ്കിൽ പറയുന്നു. ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളല്ലേ. ഇനി രണ്ട്, CPM എന്ന പാർട്ടി യഥാർത്ഥത്തിൽ ഇതിൽ ഇൻവോൾവ് ആണെന്ന് CPM തന്നെ വിളിച്ചു പറയുന്നതല്ലേ യഥാർത്ഥത്തിൽ ഗോവിന്ദ മാഷ് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇപ്പൊ ഇന്നലെ ഞാൻ അടക്കം ഇത്തരം പല കാര്യങ്ങളും ചൂണ്ടിക്കാട്ടി. CPM-ന്റെ രാഷ്ട്രീയ താല്പര്യമാണ്. ഇന്ന് അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ പ്രതികരണം വന്നിരിക്കുന്നത് ഗോവിന്ദ മാഷിന്റെ ഭാഗത്തു നിന്നല്ലേ. ഇപ്പൊ SIT-യെ പ്രതിരോധിക്കാൻ സർക്കാർ ഇറങ്ങുന്നത് എന്തിനാ? SIT-ക്ക് ന്യായീകരണ ക്യാപ്സ്യൂളുമായിട്ട് CPM ഇറങ്ങുന്നത് എന്തിനാ? SIT-ക്ക് ന്യായീകരണ ക്യാപ്സ്യൂളുമായി CPM-ന്റെ പാർട്ടി സെക്രട്ടറി ഇറങ്ങുകയാണ്. പാർട്ടി സെക്രട്ടറി ഇറങ്ങുന്നത് എന്തിനാ? അപ്പൊ ഇത് വളരെ വ്യക്തമല്ലേ. അപ്പൊ ഇത് ഇനിയും കുറെ കൂടെ സത്യസന്ധമായി നമ്മൾ കാണണം. അതായത് CPM-ന് നേരെ ചോദ്യത്തിന്റെ മുൾമുനകൾ വന്നു. ഗോവിന്ദ മാഷ് ശരിയായി സൂചിപ്പിക്കുന്നത് പോലെ ഈ സ്വർണം കട്ടത് ആരപ്പാന്ന പാട്ട് ഭയങ്കരമായി CPM-നെ ഡാമേജ് ചെയ്തു. കാര്യം CPM-ന്റെ ബേസിൽ 80% ഹിന്ദു സമൂഹത്തിലുള്ളവരാണ്. CPM അയ്യപ്പ സംഗമം നടത്തുന്നത് പോലും നായർ, ഈഴവ, പുലയ സമുദായങ്ങളുടെ നേതാക്കളെ അടക്കം വേദിയിൽ കൊണ്ടുവരികയും ഒരു ഹിന്ദു ഭൂരിപക്ഷത്തിന്റെ ഫീലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ആ രീതിയിലടക്കം CPM-ന് ഭയങ്കരമായി ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിക്കുന്നതിന്റെ വേദന അവർക്കുണ്ട്. നമുക്ക് മനസ്സിലാക്കാം. എല്ലാ CPM-കാരും അങ്ങനെയാണെന്നും ആരും പറയില്ല. ചന്ദ്രാനന്ദ സഖാവ് അടക്കം ഒരുപാട് മഹാന്മാരെ നേരിട്ട് പരിചയപ്പെടാനും ഞങ്ങളുടെ കുടുംബത്തിനൊക്കെ അവിടെയും എനിക്കൊരു സംശയമുണ്ട്. ഈ ആവർത്തിച്ചപ്പോ തന്ത്രി പെരുങ്കള്ളനാണെന്നൊക്കെ പറയുമ്പം വീണ്ടും യുവതീ പ്രവേശമല്ലേ കേരളത്തിൽ ചർച്ചയാവുക രാഹുൽ? അങ്ങനെ പാർട്ടി സെക്രട്ടറിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവോ? സത്യം പറയട്ടെ, ഞാൻ ആരെയും മോശമായി പറയില്ല. ഗോവിന്ദ മാഷ് നമ്മളെക്കാട്ടി എല്ലാം അറിവുള്ള ആളാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഗോവിന്ദ മാഷ് മനഃപൂർവ്വം ലെഗ് സൈഡിൽ 6 അടിക്കാൻ ഫുൾ ടോസ് ഇടുകയല്ലേ. അതായത് ക്രിക്കറ്റിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ലെഗ് സൈഡിലേക്ക് ഫുൾ ടോസ് ബോൾ ഇട്ടിട്ട് നീ 6 അടിച്ചോ എന്ന് പറയുന്നത് പോലെയല്ലേ. ഇനി രാഷ്ട്രീയം മാറ്റി വെച്ചൊരു കാര്യം പറയാം, അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ അടക്കം ഇതിന്റെ പേരിൽ പലരും കരിവാരത്തേക്കാൻ നോക്കുന്നുണ്ട്. അത് തെറ്റാണ്. മന്ത്രിക്കും ഡയറക്റ്റ്ലി ഇത്തരം കാര്യങ്ങളിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. മുമ്പിരുന്ന അജയ് തറയിൽ സാറിനെ കൊടുക്കാൻ നോക്കുന്നുണ്ട്. പുള്ളിക്കും ഒരു ഉത്തരവാദിത്വവും ഇല്ല. അതായത് രണ്ട് പാർട്ടിയിലും പെട്ടവർ അയ്യപ്പന്റെ പേരിൽ മറു പാർട്ടിക്കാരെ എങ്ങനെയെങ്കിലും സംശയത്തിന്റെ മുൾമുനയിലാക്കി മറ്റവരാണ് സ്വർണം കട്ടെന്ന് വരുത്തി തീർക്കാൻ നോക്കുകയാണ്. ഇനി ഇപ്പൊ എന്റെ ബന്ധുവാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തു, അതുകൊണ്ട് മന്ത്രിയെ അറസ്റ്റ് ചെയ്യണം എന്ന് പറയേണ്ടവരല്ല വിശ്വാസികൾ.
തന്ത്രിക്ക് മാത്രമല്ല എല്ലാവരോടും നമ്മൾ നീതി കാണിക്കണം. ഇതിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു കോംപ്രിഹെൻസീവ് റിവ്യൂ നടത്തണം, ഇതുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആർക്കൊക്കെയാണെന്നുള്ളത്. എത്രയോ പേരാണ് ഇത്തരം കാര്യങ്ങൾ പെട്ടുപോകുന്നത്. ഇനി സുഭാഷ് കപൂറിന്റെ മോഡൽ പറഞ്ഞു, സുഭാഷ് കപൂർ എവിടെ? ആ രീതിയിൽ വലിയ ഏതെങ്കിലും ഡീൽ നടന്നിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരു തെളിവും വന്നിട്ടില്ല. ഒറിജിനൽ സ്വർണ്ണം എവിടെ പോയി? ഒറിജിനൽ സ്വർണ്ണപ്പാളികൾ എവിടെയെന്ന് പോലും SIT കണ്ടെത്താനായിട്ടില്ല. അപ്പൊ SIT പരാജയമാണ് എന്ന് പറയാതെ പറയുകയല്ലേ SITയുടെ ആക്ഷനിലൂടെ. അതുകൊണ്ട് ഇനിയെങ്കിലും തന്ത്രിയെ രാഷ്ട്രീയക്കാർ വാക്കരുതെന്ന് മാത്രമാണ് അഭ്യർത്ഥന. ശങ്കുട്ടി ദാസ്, ഞാനൊരു കാര്യം ചോദിച്ചോളൂ. ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് ബെയിലിനെ എതിർത്തുകൊണ്ട് 3 തവണ ജനുവരി 19-നും ജനുവരി 28-നും ഫെബ്രുവരി 3-ാം തീയതിയും SIT 3 റിപ്പോർട്ടുകളാണ് തന്ത്രിയുടെ ജാമ്യ അപേക്ഷ എതിർത്തുകൊണ്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയത്. എന്നിട്ട് പോലും ഒരു തെളിവും ഇല്ല എന്ന് കോടതി ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ ഇത്രയും കാലം അന്വേഷിച്ചിട്ട് ഒന്നും കണ്ടെത്താനായില്ല SITക്ക്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ശബരിമലയിൽ നിന്ന് അയ്യപ്പന്റെ സ്വർണമാണ് പോയത്, അയ്യന്റെ മുതലാണ് പോയത്, അത് കണ്ടു കിട്ടണ്ടേ, അത് തിരിച്ചു കിട്ടണ്ടേ, അതെങ്ങനെ? തീർച്ചയായിട്ടും നോക്കൂ, ഈ SIT അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു അല്ലെങ്കിൽ ഒരു ഘട്ടത്തിന് ശേഷം അതിൻ്റെ രാഷ്ട്രീയ സ്വഭാവം വന്നു എന്ന BJP ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ആരോപണത്തെ ശരിവെക്കുന്ന നടപടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അടുത്തതായി കടകംപള്ളി സുരേന്ദ്രനോ അല്ലെങ്കിൽ VN വാസവനോ അല്ലെങ്കിൽ PS പ്രശാന്തോ അറസ്റ്റ് ചെയ്യപ്പെടും എന്നൊരു സാഹചര്യം വന്ന സമയത്ത് പൊതുജനത്തിൻ്റെ ശ്രദ്ധയും ചർച്ചയും വഴിതിരിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അതുവരെ ഒരു വിസ്പർ പോലും ഇല്ലാതിരുന്നിരുന്നത്. അതിനു മുമ്പ് സ്പെഷ്യൽ വിജിലൻസ് ഓഫീസർ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിലോ SITയുടെ 3 മാസത്തെ അന്വേഷണത്തിലോ അതുവരെ കോടതിയിൽ സമർപ്പിക്കപ്പെട്ട രേഖകളിലോ ഒന്നും പരാമർശിച്ചിട്ടില്ലാത്ത തന്ത്രിയെ 2 തവണ മുൻപ് ചോദ്യം ചെയ്തിട്ടും അറസ്റ്റിൻ്റെ ഒരു സൂചനയും തരാത്ത തന്ത്രിയെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് ചർച്ച മുഴുവൻ മാറ്റി എന്ന ആരോപണത്തെ വളരെ ശരിവെക്കുന്ന നടപടികളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ നിന്ന് തന്നെ യുവതീ പ്രവേശനത്തിനെതിരായിട്ട് തന്ത്രി എടുത്തുള്ള സമീപനത്തിൽ സർക്കാരിന് പ്രതികാര ബുദ്ധി ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ്. ഇതിലൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, തന്ത്രിക്കെതിരെ ഈ പറയുന്ന അന്വേഷണം നടത്തിയിട്ട് അയോട്ട എവിഡൻസ് ഇല്ലെന്ന് മാത്രമല്ല കോടതി പറഞ്ഞിട്ടുള്ളത്, വ്യാജമായിട്ടുള്ള ആരോപണം തന്ത്രിക്കെതിരെ ഉന്നയിച്ചു SIT എന്നാണ് പറഞ്ഞത്. 2 കാര്യങ്ങൾ തന്ത്രിക്കെതിരെ SIT ഉന്നയിച്ചിരുന്നു. എന്തൊക്കെയാണ്? ഒന്ന്, തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ സാമ്പത്തിക ഇടപാടിന് തെളിവുകളുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അക്കൗണ്ടിൽ നിന്ന് തന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നതിനുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്നാണ്. ഒരു ട്രാൻസാക്ഷൻ ഡീറ്റെയിൽ ഇതുവരെയായിട്ടും ഹാജരാക്കാൻ SITക്ക് സാധിച്ചിട്ടില്ല. 1 രൂപ തന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് ഇവർക്ക് ഇതുവരെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. 2, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് തന്ത്രിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രിയായിരിക്കുന്ന ബാംഗ്ലൂരിലെ ക്ഷേത്രത്തിലെ കീഴ്ശാന്തിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ബഹുമാനപ്പെട്ട കോടതി വിധിന്യായത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. 1997 മുതൽ 2003 വരെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ശാന്തിയായിട്ടിരുന്നത്. ഈ കണ്ഠർ രാജീവർ അവിടുത്തെ താന്ത്രിക സ്ഥാനം ഏറ്റെടുക്കുന്ന 2005 മാത്രമാണ്. തന്ത്രി രാജീവർ അവിടെ തന്ത്രിയായിരുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി അമ്പലത്തിലേ ഇല്ല. അപ്പോൾ തന്ത്രിക്കെതിരെ പൊതുസമൂഹത്തിൻ്റെ ഒരു സംശയം ജനിപ്പിക്കാൻ വേണ്ടി വളരെ ബോധപൂർവം തെറ്റായിട്ടുള്ള ആരോപണങ്ങൾ വരെ ഉന്നയിച്ചു. എന്നിട്ട് ഈ കാര്യങ്ങൾക്കൊന്നും ഒരു തെളിവും കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ പറയുന്നത് എന്താണ്? എന്തിനാണ് മെറിറ്റിലേക്ക് കോടതി കടന്നത് എന്ന് കൃത്യമായി മെറിറ്റ് ഉൾപ്പെടെ പരിശോധിച്ച് 94 പേജുള്ളൊരു വിധി പറഞ്ഞതിന് ശേഷവും ഇപ്പോഴും കോടതിക്കെതിരെ സംശയത്തിൻ്റെ മുന ഉന്നയിക്കുന്ന ഈ ആളുകൾ ഇതൊന്നും പരിഗണിക്കാതെ, ഈ മെറിറ്റിലേക്ക് ഒന്നും കടക്കാതെ, സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ പ്രകാരമാണെങ്കിൽ ട്രൈപ്പോ ടെസ്റ്റ് മാത്രം നടത്തിയാൽ മതി. ബെയിൽ പരിഗണിക്കുന്ന ഘട്ടത്തിൽ 3 കാര്യങ്ങൾ മാത്രമേ ഇതാക്കേണ്ടതുള്ളൂ. 1, ഇയാൾക്ക് ജാമ്യം കൊടുത്താൽ ഇയാൾ ഓടിപ്പോവോ, വിചാരണയ്ക്ക് ഹാജരാവാതെ രക്ഷപ്പെട്ടു പോവോ. 2, ഇയാൾ പുറത്തു നിന്ന് കഴിഞ്ഞാൽ തെളിവുകൾ നശിപ്പിക്കുകയോ. 3, ഇയാൾ പുറത്തു നിന്ന് കഴിഞ്ഞാൽ സാക്ഷികളെ സ്വാധീനിക്കുകയോ. ഈ 3 കാര്യമില്ലെങ്കിൽ ബെയിൽ ഈസ് ദ ജനറൽ റൂൾ, ജയിൽ ഇസ് ദ എക്സെപ്ഷൻ എന്നാണ്. പറ്റുന്ന കേസിലെല്ലാം ബെയിൽ കൊടുക്കണം. ഇല്ലെങ്കിൽ മാത്രമേ, ഒരു നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ മാത്രമേ ജയിൽ കൊടുക്കാൻ പാടുള്ളൂ. പക്ഷേ അങ്ങനെ ചെയ്തിട്ട് ഈ പറയുന്ന ട്രൈപോഡ് ടെസ്റ്റ് മാത്രം നടത്തിയിട്ട് ശ്രദ്ധിച്ചു കാണും. SITയുടെ കേസ് മുഴുവൻ നിലനിൽക്കുന്നത് ചില സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് ഒരു തെളിവുകളുമില്ല. ഈ സാക്ഷിമൊഴികൾ എന്നുള്ളതാണ് SIT വാദിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഇത്രയും കാലം അന്വേഷിച്ചിട്ടും ചില സാക്ഷികൾ, അവരാരാണെന്ന് അറിയില്ല, അവരുടെ മൊഴി എന്താണെന്ന് അറിയില്ല, സാക്ഷിമൊഴികൾ മാത്രമാണ് ഒരു കേസിന് ആധാരമായി നിൽക്കുന്നത്. ഇതെങ്ങനെ നിൽക്കും ട്രയൽ കോർട്ടിൽ? അത് മാത്രമല്ല, ഇതിൽ കോടതി വളരെ കൃത്യമായി പറയുന്നുണ്ട്, സം ബിറ്റ്സ് ദർ സം ബിറ്റ്സ് ഹിയർ എന്ന് പറയുന്നുണ്ട്. അതായത് അവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു, ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. ഈ 2 കാര്യങ്ങളും തമ്മിൽ കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആദ്യം തൊട്ട് അവസാനം വരെ ആരോപിക്കുന്ന ആരോപണങ്ങൾക്ക് ഒരു ലോജിക്കൽ കണ്ടിന്യൂവേഷൻ ഇല്ല. അതായത് തന്ത്രിയെ സംശയത്തിൻ്റെ മുനയിൽ നിർത്തണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് കുറേ ആരോപണങ്ങൾ അവിടെയും ഇടയായി വെതറുന്നതല്ലാതെ ഇതിനെയൊന്നും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി SIT ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നത്. വിജിലൻസ് ജഡ്ജി ഡോക്ടർ CS മോഹിത് എന്ന് പറയുന്ന ആള്, ഒറ്റ കാര്യം കൂടി ഞാൻ പറയട്ടെ.
പറയും ഞാനൊരു പോയിന്റ് മാത്രം പറയാം. അതായത് ഡോക്ടർ CS മോഹിത് എന്ന് പറയുന്ന ഈ വിജിലൻസ് കോടതി ജഡ്ജി, അദ്ദേഹം പ്രഗത്ഭനായിട്ടുള്ള ന്യായാധിപനാണ്. അദ്ദേഹം കെൽസയുടെ മെമ്പർ സെക്രട്ടറി ആയിരുന്ന ആളാണ്. മാവേലിക്കരയിലെ അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജി ആയിട്ടിരുന്നിട്ടുള്ള ആളാണ്. വളരെ നിയമത്തിൽ പ്രാവീണ്യമുള്ള ആളുകളെ മാത്രമേ വിജിലൻസ് ജഡ്ജായിട്ടൊക്കെ അപ്പോയിന്റ് ചെയ്യാറുള്ളൂ. അദ്ദേഹം എന്തുകൊണ്ട് ഇത്രയും വിശദമായി പരിശോധിച്ചിട്ടൊരു വിധിന്യായം പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും പരിശോധിക്കാതെ ഈ ട്രൈപ്പോ ടെസ്റ്റ് മാത്രം നടത്തിയിട്ട് തന്ത്രിക്ക് ജാമ്യം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ ജഡ്ജിയും കള്ളനാണെന്ന് ഈ ഗോവിന്ദമാഷ് പറയുന്നത് കേൾക്കേണ്ടി വരുമായിരുന്നു. അല്ലെങ്കിൽ CPM-ന്റെ മുഴുവൻ പാരഫെർണയിലും ഇന്ന് ഈ ജഡ്ജിക്കെതിരെ ആക്രമണം വഴിതിരിക്കുമായിരുന്നു. അങ്ങനെ ഉണ്ടാവുമെന്ന് ഭയന്നിട്ടായിരിക്കാം ഒരു പക്ഷേ ഇത്രയും വിശദമായിട്ട് എന്തുകൊണ്ട് ജാമ്യം കൊടുക്കുന്നു എന്ന് വിശദീകരിക്കേണ്ടി വന്നത് ജഡ്ജിക്ക് പോലും. ശരി, ശ്രീ വസന്ത് സിരേക്ക, അടുത്ത മാസം 31-ാം തീയതിയുടെ ഫൈനൽ റിപ്പോർട്ട് SIT കൊടുക്കാൻ പോവുകയാണ്. ഈ ജാമ്യോത്തരവിൽ ഒരുപക്ഷെ നാളെ ഹൈക്കോടതിയിൽ അപ്പീലും കൊടുത്തേക്കും. ഇത് അന്വേഷണത്തിന്റെ ഒരു പ്രധാന കാലയളവ്, ഒരു ക്രൂഷ്യൽ സ്റ്റേജ് ആണ് ഇപ്പോൾ. ഈ സമയത്ത് ഒരുപക്ഷെ എന്തൊക്കെ തെളിവുകളാണ് ശേഖരിച്ചത്, ആരൊക്കെയാണ് ഈ സാക്ഷികൾ എന്നുള്ളത് ഒരുപക്ഷെ കൊടുക്കാൻ കഴിയാഞ്ഞിട്ടാണെങ്കിലോ SITക്ക്? നോക്കൂ, 3 കാര്യങ്ങൾ. ഒന്ന്, അങ്ങയുടെ സംശയം പോലെ സാക്ഷിമൊഴികൾ മാത്രമല്ല, ഈ കേസന്വേഷണത്തിൻ്റെ ഒരു ക്രൊണോളജി നോക്കിയാൽ ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലാവുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് N. വാസു അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. വാസുവാണ് പത്മകുമാറിനെ ചൂണ്ടിക്കാണിക്കുന്നത്. പത്മകുമാറിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നതും N. വിജയകുമാർ, അതായത് ഇവരുടെ സെക്രട്ടറീസ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റും മുൻ പത്തനംതിട്ട DC മെമ്പറും ഒക്കെയായിരുന്നു N. വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നതിലേക്ക് എത്തുന്നതും പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ SITക്ക് ഇപ്പോൾ തന്ത്രി വെളിയിൽ പോകുമ്പോൾ ഉണ്ടാവുന്ന ജിജ്ഞാസ, അല്ല, അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തല്ലോ, അറസ്റ്റ് ചെയ്തില്ലല്ലോ. കടകംപള്ളിയെ ചോദ്യം ചെയ്തത് മാതൃഭൂമിക്കടക്കം 14 ദിവസം കഴിഞ്ഞാണ് കിട്ടിയത് കേട്ടോ, 14 ദിവസം കഴിഞ്ഞ്. അല്ലല്ല, അതാണ് ഞാൻ പറഞ്ഞത്. കടകംപള്ളിയെ ചോദ്യം ചെയ്തത് മാതൃഭൂമിക്കടക്കം 14 ദിവസം കഴിഞ്ഞാണ് കിട്ടിയത്. തലയിൽ മുണ്ടിട്ട് കടകംപള്ളി ഉള്ളിലേക്കും തലയിൽ തോർത്തിട്ട്, അല്ല പറയട്ടെ, തലയിൽ തോർത്തിട്ട് SIT വെളിയിലേക്ക് പോയ ചോദ്യാന്വേഷണത്തെ പറ്റിയാണ് അങ്ങ് പറയുന്നത്. കോൺഗ്രസിന്റെ പ്രതിനിധി ഒരു പച്ചക്കള്ളം പറയുന്നുണ്ട്. തിരുവനന്തപുരത്തുകാരനായിട്ടുള്ള അല്ല, നിങ്ങൾ ഇടപെടരുത്. അദ്ദേഹം സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടോ? എന്റെ സെക്കൻഡ് റൗണ്ടിൽ എന്നിലേക്കല്ല ആദ്യം വന്നത്. പിന്നീട് എനിക്കറിയില്ല. ഒരു പച്ചക്കള്ളം പറയുന്നതുകൊണ്ടാണ്, ഒരു പച്ചക്കള്ളം പറയുന്നതുകൊണ്ടാണ് കാണിക്കരുത്. ഞാൻ നിർത്തി. അങ്ങ് ഗീബൽസ് നുണകൾ പറഞ്ഞപ്പോ ഞാൻ ഇടപെട്ടോ? തുടർച്ചയായി ഗീബൽസ് നുണകൾ വിളിച്ച് പറഞ്ഞില്ലേ? അത് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചില്ലേ? ഞാൻ ഇടപെട്ടില്ലല്ലോ. ഞാൻ കാണിച്ച മര്യാദ തിരിച്ചും കാണിക്കണം. ഒരു ചർച്ചയുടെ അതിലംഘിക്കുകയാണോ? അവസാന ഘട്ടത്തിൽ കോൺഗ്രസിന്റെ ടേക്ക് പറയാൻ വരുന്ന സമയത്ത് അങ്ങ് ഇടപെടുക അവരോധിക്കുന്നതിലെ വിരോധാഭാസം കണ്ട് ഇടപെട്ടതാണ്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മെമ്പർ ആയിരുന്നു N. വിജയകുമാർ. തിരുവനന്തപുരത്തുകാരനായി ജനിച്ച് ജീവിച്ച ഗ്രാമപഞ്ചായത്തിന്റെ പച്ചക്കള്ളം ഞാൻ വെല്ലുവിളിക്കുന്നു. തിരുവനന്തപുരത്തുകാരനായിട്ടുള്ള ശ്രീ വിജയകുമാറിനെ പത്തനംതിട്ട CPM ജില്ലാ കമ്മിറ്റി അംഗമായി താങ്കൾ അവരോധിക്കുന്നതിലെ പച്ചക്കള്ളം ജനങ്ങൾ അറിയണ്ടേ? പത്തനംതിട്ട DC-യുടെ മുൻ മെമ്പറാണ്. അല്ലാതെ അങ്ങ് നുണകളുടെ ഒരു കൂമ്പാരം അഴിച്ചു വിട്ടപ്പോ പച്ചക്കള്ളം പറയാതിരിക്കും മനുഷ്യ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? പച്ചക്കള്ളമാണ്. അല്ലെങ്കിൽ ആര്യെ പരിശോധിച്ചിട്ട് പറയണം. ഒരു ഭാണ്ഡം അഴിച്ചു വിട്ടില്ലേ അങ്ങയുടെ സമയത്ത്? അല്ല, നിങ്ങൾ ഇങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ടേയിരുന്നാൽ, തുടർച്ചയായി കള്ളം പറഞ്ഞുകൊണ്ടേയിരുന്നാൽ പ്രേക്ഷക സമൂഹം അത് തെറ്റിദ്ധരിക്കാനിടയുണ്ട്. തിരുവനന്തപുരത്ത് ജീവിച്ച് ജോലി ചെയ്ത് വളർന്ന ഇയാൾ തിരുവനന്തപുരത്ത് ജനിച്ച് ഇങ്ങനെയാണ് ചർച്ചയുടെ മര്യാദ താമസിക്കുന്ന പത്തനംതിട്ടയുമായി ഞാൻ പറയട്ടെ, ശ്രീ വിജയകുമാർ ചർച്ച ചെയ്യാം. അല്ലല്ല, നിങ്ങൾ ഇങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ടിരുന്നാൽ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ വിജയകുമാർ നിങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നോ? പറ. അല്ല, വിജയകുമാർ നിങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ്. ഒന്നാമത്തെ കാര്യം, സെക്രട്ടേറിയറ്റിലെ മുഴുവൻ ജീവനക്കാരെ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിൽ CPM-ന്റെ സംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്നു. ഭരണചക്രത്തെ നിയന്ത്രിക്കുന്ന രീതിയിൽ ആയിരുന്നോ? അതിന്റെ കൂടെ ഉത്തരം പറയൂ. പത്മകുമാർ ഇപ്പോഴും നിങ്ങളുടെ പത്തനംതിട്ട DC-യുടെ മെമ്പറല്ലേ? പത്മകുമാർ അയ്യോ തന്ത്രി അയ്യോ എന്ന് പറയുന്നത് എന്ത് മാന്യതയുള്ളത്? അദ്ദേഹത്തെ നിങ്ങൾ
അദ്ദേഹത്തെ നിങ്ങൾ CPM ന്റെ ആ രീതിയിൽ എന്ത് മര്യാദയാണ് അയാൾ കാണിക്കുന്നത്? അയാൾക്കൊരു ചോദ്യം ചോദിച്ചു, അത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു. അതൊക്കെ ഖണ്ഡിക്കുകയാണ്. ഒരു സെക്കൻഡ് ഒന്ന് വസന്ത് ആങ്കർ എന്ന പൂർത്തിയാക്ക്. നിലയിൽ അങ്ങാണ് ഇടപെടുന്നത്. വസന്ത് ഒന്ന് സെക്കൻഡ് പൂർത്തിയാക്ക്. ടേക്കിൽ എന്നിലേക്ക് വരേണ്ടടുത്ത് അങ്ങ് വരാതെ മറ്റുള്ളവരിലേക്ക് പോയി. എന്നിട്ട് അവസാന ഘട്ടത്തിൽ ഞാൻ പറയാൻ ശ്രമിക്കുമ്പോൾ അയാൾക്ക് തോന്നിയ ഇടപെടാനാണെങ്കിൽ പിന്നെ എന്ത് ചർച്ച ചെയ്തത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ തന്ത്രിയെ ഇല്ലില്ല, അത് മര്യാദകളാണ്. എനിക്ക് പറയാനുള്ള അവസരം തന്നേ മതിയാവുകയുള്ളൂ. താങ്കൾ പറയൂ, വസന്ത് പറയൂ. അല്ലെന്ന് അങ്ങ് കള്ളത്തരങ്ങൾ പറഞ്ഞില്ലേ? രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഈ പറയുന്ന ഇദ്ദേഹം പറഞ്ഞത്, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞത്, അയ്യോ SITക്ക് യാതൊരു വിധത്തിലും SIT വന്നിരുന്നെങ്കിൽ പൊളിച്ചാനെ. അതായത് സമ്മതിച്ചതേ, ഇത് പറയട്ടെ, അതിന്റെ ഉത്തരവല്ല അങ്ങോട്ട് പറയുന്നത്. അതിനൊക്കെ ഇയാളൊക്കെ ഇടപെടുകയാണെങ്കിൽ എന്ത് മര്യാദയാണത്? വസന്തിന്റെ സമയമാണെന്ന് വസന്തിനെ പറയാൻ അനുവദിക്കുക. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം സുരേഷ് കുമാർ. ഗീബൽസിൻ നുണകളുടെ ഒരു ഫാദം അടിച്ചു വെച്ചപ്പോ വിട്ടായിരുന്നു എന്റെ വായി നാക്കിലായിട്ടല്ല. അതൊരു ചർച്ചയുടെ മര്യാദ പാലിക്കുന്നതാണ്. അത് തിരിച്ചു പ്രതീക്ഷിക്കുന്നുണ്ട്. സമ്മതിച്ചാൽ മതി. തോന്നിവാസം കാണിക്കുന്നോ ഒരു ചർച്ചയിൽ? അല്ല, നിങ്ങൾ പറഞ്ഞത് കാര്യം പറയൂ. സമ്മതിക്കില്ലല്ലോ. അയാൾ N. വിജയകുമാർ നിങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു. N. വിജയകുമാർ സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു. പത്മകുമാർ നിലവിൽ നിങ്ങളുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ മെമ്പറാണ്. കുളക്കട ഗ്രാമപഞ്ചായത്തിന്റെ 2 ടൈം പ്രസിഡന്റ് ആയിരുന്നു N. വാസു. അങ്ങനെ CPMമായി മുലകുടി ബന്ധമുള്ള പൊക്കിൾക്കുടി ബന്ധമുള്ള 3 പ്രധാനപ്പെട്ട നേതാക്കൾ, ഇപ്പോഴും നിങ്ങൾ അറുത്തുമാറ്റാത്ത നേതാക്കൾ, അവരാണ് ഈ കേസിൽ പ്രതി എന്നാണ് പറഞ്ഞത്. ശരി, വസന്ത് മനസ്സിലായോ? വസന്ത് പോയിന്റ് പറയൂ. രണ്ടാമത് അദ്ദേഹം പറഞ്ഞെന്താ? അയ്യോ SIT വന്നു. അയ്യോ SIT അല്ലല്ലോ പ്രോസിക്യൂഷൻ ആണല്ലോ കേസ് പറഞ്ഞത്. SIT വന്നിരുന്നെങ്കിൽ, ദേവസ്വം ബോർഡിന്റെ ബെഞ്ചിന്റെ മുമ്പാകെ ചെന്നിരുന്നെങ്കിൽ, അത് ഈ നരസിംഹം സിനിമയ്ക്കകത്ത് ലാസ്റ്റ് മമ്മൂട്ടി വരുന്നത് പോലെ SIT അങ്ങ് വന്നിരുന്നെങ്കിൽ ഈ കേസിൽ തന്ത്രിക്ക് ജാമ്യം കിട്ടില്ലായിരുന്നു. അദ്ദേഹം ഒരു അഭിഭാഷകനാണ്. അദ്ദേഹത്തിന് ഒരു സാമാന്യ വിവരമില്ലേ? ഒരു അയോട്ട ഓഫ് വിവരം എന്ന് പറയുന്ന സാധനമില്ലേ? ഒരു പ്രോസിക്യൂഷൻ കേസ് പറയാൻ പോകുന്നതിന് മുമ്പ് SITയുമായി സംസാരിക്കില്ലേ? SIT എന്തോ സീൽഡ് കവറിൽ റിപ്പോർട്ട് കൊണ്ടുപോയി ഹൈക്കോടതിയുടെ മുമ്പിൽ കൊടുത്തു. അതെന്താ? SIT പ്രോസിക്യൂഷന് കൊടുത്ത വിവരങ്ങൾ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ ജാമ്യം പരിഗണിക്കുമ്പോൾ പ്രോസിക്യൂഷന് മുമ്പാകെ SIT കൊടുത്ത വേറൊരു കാര്യവും ഇപ്പുറത്ത് കൊടുക്കുന്ന മറ്റൊരു കാര്യമാണോ? ഓരോ 15 ദിവസവും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ദേവസ്വം ബെഞ്ചിന് മുമ്പാകെ കൊടുക്കുന്നുണ്ടല്ലോ SIT. എന്നിട്ട് ആ SIT തന്നെ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും മികച്ച മാതൃകയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞതല്ലേ? അല്ലല്ലോ, അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഒക്ടോബർ 25, നവംബർ 21 അടക്കമുള്ള വിധികളിൽ ഈ കേസ് അന്വേഷണം ഏത് രീതിയിൽ പോകണമെന്ന് കൃത്യമായി കോടതി പറഞ്ഞിട്ടുണ്ട്. അതായത് ദേവസ്വം ബെഞ്ച്, അതേ ഹൈക്കോടതിയിലെ തന്നെ സിംഗിൾ ബെഞ്ച്, ജാമ്യം പരിഗണിക്കുന്ന ബെഞ്ച്, ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ച് 96 പേജുള്ള വിധിയിൽ 9 തവണയാണ് നിങ്ങൾ ബിഗ് ഗൺസിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞത്. നിങ്ങൾ ചോദിക്കുന്നത് ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞ് ആദ്യം പേടിക്കണ്ട, തൽക്കാലം ഈ ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ പോകട്ടെ എന്ന് ഹൈക്കോടതി പറഞ്ഞതാണെങ്കിൽ സ്വാഭാവികമായും ഹൈക്കോടതി തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് നടത്തുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ചില ടെക്നിക്കൽ എറർ ഉണ്ടായിട്ടുണ്ട്, സമയത്തിന്റെ ലാഗ് ഉണ്ടായിട്ടുണ്ട് എന്ന പേരിൽ SIT കോടതിയിൽ ചെല്ലുമ്പോൾ അവരുടെ മൊറയിൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ചില സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയെന്നത് ഹൈക്കോടതി. ശ്രീ സുഭാഷ് ബാബു, എന്നോട് ക്ഷമിക്കണം, താങ്കളുടെ 2ാം റൗണ്ടിലേക്ക് എനിക്ക് വരാൻ കഴിഞ്ഞില്ല. ഇന്നത്തെ ചർച്ച ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം.